വാദമൊന്നും അവർ ഇല്ല. അങ്ങനത്തെ ഒരു മതരാഷ്ട്രവാദം അവരിപ്പോൾ ഉന്നയിക്കുന്നില്ല. അവർ ഒരുപാട് മാറ്റങ്ങൾ അവരുടെ സമീപനത്തിൽ വരുത്തിയിട്ടുണ്ട്. പൊളിറ്റിക്കലായിട്ടാണ് പിന്തുണ കൊടുത്തിരിക്കുന്നത്. കോൺഗ്രസിനാണ്, UDFനാണ് അവർ പിന്തുണ കൊടുത്തിരിക്കുന്നത് കേരളത്തിൽ. അതൊക്കെ ഞങ്ങൾ ആലോചിച്ചിട്ട് മാത്രമേ അതിന് മറുപടി പറയാൻ പറ്റുള്ളൂ. അത്തരം കാര്യങ്ങളൊക്കെ വരട്ടെ. ഇതിപ്പോൾ സമയം കിടക്കുകയല്ലേ. തെരഞ്ഞെടുപ്പ് ഇപ്പോൾ പഞ്ചായത്ത്, മുനിസിപ്പൽ കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പ് വരാൻ പോകുന്നു. അത് കഴിഞ്ഞാൽ ഉടൻ തന്നെ നിയമസഭാ തെരഞ്ഞെടുപ്പ് വരെയാണ്. എന്തായാലും UDFനെ സംബന്ധിച്ചിടത്തോളം എല്ലാ പ്രസ്ഥാനങ്ങളുമായി യോജിച്ച് നിന്നുകൊണ്ട് ഉള്ള ഒരു പ്രവർത്തനത്തിന് ഞങ്ങൾ നേതൃത്വം കൊടുക്കും. അത് യോജിച്ച് നിന്നുകൊണ്ടും ഞങ്ങളുടെ ആശയങ്ങളുമായി പൊരുത്തപ്പെടുന്ന ആളുകളുമായി തീർച്ചയായിട്ടും ഞങ്ങൾ യോജിച്ച് നിന്നുകൊണ്ടുള്ള പ്രവർത്തനങ്ങൾക്ക് രൂപം കൊടുക്കും. ഇസ്ലാമിൻ്റെ വളരെ മൗലിക പ്രധാനമാണ് ഇസ്ലാമിൻ്റെ രാഷ്ട്രവും ഇസ്ലാമിക രാഷ്ട്രവും ഇസ്ലാമിക ഭരണവും എന്ന്. അഥവാ ആരാധനാകർമ്മങ്ങൾ പോലും അതിനെ പൂർണ്ണതയോടെ, തികവോടെ, പെർഫെക്ഷനോടുകൂടി നിർവഹിക്കണമെങ്കിൽ ഇസ്ലാമിക രാഷ്ട്രവും ഭരണകൂടവും. ആ വാദമൊന്നും അവർ ഇല്ല. അങ്ങനത്തെ ഒരു മതരാഷ്ട്രവാദം അവരിപ്പോൾ ഉന്നയിക്കുന്നില്ല. അവർ ഒരുപാട് മാറ്റങ്ങൾ അവരുടെ സമീപനത്തിൽ വരുത്തിയിട്ടുണ്ട്. പൊളിറ്റിക്കലായിട്ടാണ് പിന്തുണ കൊടുത്തിരിക്കുന്നത്. കോൺഗ്രസിനാണ്, UDFനാണ് അവർ പിന്തുണ കൊടുത്തിരിക്കുന്നത് കേരളത്തിൽ. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിന്റെ സമയത്ത് ജമാഅത്തെ ഇസ്ലാമിയെ പോലും അമ്പരപ്പിച്ചാണ് ജമാഅത്തിന് മതനിരപേക്ഷ സർട്ടിഫിക്കറ്റ് സാക്ഷാൽ VD സതീശൻ നൽകിയത്. തദ്ദേശ പൊതു തെരഞ്ഞെടുപ്പുകളിലേക്ക് കേരളം നീങ്ങുന്ന സമയത്ത് UDFന്റെ തുറുപ്പുചീട്ട് ഇതേ വർഗീയ സംഘടനകൾ തന്നെയാകുമെന്നത് പറയാതെ പറയുന്നു അടൂർ പ്രകാശ്. VD സതീശന് ജമാഅത്തെ ഇസ്ലാമിയുടെ പിന്തുണ പൊളിറ്റിക്കൽ പിന്തുണയാണത്രേ. എന്ത് പൊളിറ്റിക്സ് ആണ് ജമാഅത്തെ ഇസ്ലാമി മുന്നോട്ട് വെക്കുന്നത് എന്നതുകൂടി വിശദീകരിക്കേണ്ടേ UDF? ജമാഅത്തെ ഇസ്ലാമിയുടെ ജിഹയായ പ്രബോധനത്തിൽ കശ്മീർ ജമാഅത്തെ ഇസ്ലാമി എന്ന പേരിൽ പ്രസിദ്ധീകരിച്ച ലേഖനത്തിലെ ഏതാനും വരികൾ ഇങ്ങനെയാണ്: താഴ്വരയിലെ ഏറ്റവും ശക്തമായ തീവ്രവാദി ഗ്രൂപ്പുകളിലൊന്നായ ഹിസ്ബുൾ മുജാഹിദീൻ ജമാഅത്തെ ഇസ്ലാമി അനുകൂല ഗ്രൂപ്പാണ്. അല്ലാ ടൈഗേഴ്സ് എന്നൊരു സംഘത്തിനും ജമാഅത്ത് രൂപം നൽകിയിട്ടുണ്ട്. ജനങ്ങളിൽ ഇസ്ലാമിക ചൈതന്യം വളർത്തുകയും നിലനിർത്തുകയുമാണ് ഈ സംഘത്തിന്റെ മുഖ്യമായ പ്രവർത്തനം. തീവ്രവാദി ഗ്രൂപ്പുകളെ ഏകോപിപ്പിക്കുന്നതിലും ജമാഅത്തിന്റെ പങ്ക് പ്രധാനമാണ്. നിലമ്പൂരിൽ UDFന്റെ തേര് വലിച്ച ജമാഅത്തെ ഇസ്ലാമിയുടെ VD സതീശൻ പറയാത്ത രാഷ്ട്രീയം ഇതാണ്: മതരാഷ്ട്രവാദികളുടെ പിന്തുണയില്ലാതെ നിങ്ങൾക്ക് മുന്നോട്ട് പോകാനാകില്ലെങ്കിൽ അത് അന്തസ്സായി തുറന്നു പറഞ്ഞ് പിന്തുണ സ്വീകരിക്കണം. അല്ലാതെ സമൂഹത്തിൽ ഭിന്നിപ്പുണ്ടാക്കാൻ അവസരം പാർത്തിരിക്കുന്ന വർഗീയവാദികൾക്ക് മതനിരപേക്ഷതയുടെ നെഞ്ചത്ത് പായ വിരിക്കുകയല്ല വേണ്ടത്. മുസ്ലിം രാഷ്ട്രങ്ങൾ പോലും നിരോധിച്ച സംഘടനയാണ്. കോൺഗ്രസ് നേതാക്കളുടെ വാക്കുകേട്ട് മതരാഷ്ട്രവാദം ജമാഅത്തെ ഇസ്ലാമി ഉപേക്ഷിച്ചെന്ന് ആരും ചിന്തിക്കുക പോലും ചെയ്യാതിരിക്കാൻ ജമാഅത്തെ സ്ഥാപക നേതാവ് മൗദൂദിയുടെ പ്രത്യയശാസ്ത്രം പ്രചരിപ്പിക്കാൻ ചർച്ചകൾ സംഘടിപ്പിക്കുന്ന തിരക്കിലാണ് അവർ. മറുഭാഗത്താകട്ടെ അതേ ജമാഅത്തിനെ മുന്നണിയിൽ പ്രവേശിപ്പിക്കാനുള്ള ചർച്ചകളുടെ തിരക്കിൽ UDFും. ദേശീയ തലത്തിൽ തീവ്ര ഹിന്ദുത്വത്തിനെതിരെ നിലപാട് സ്വീകരിച്ച ശേഷം RSSനെ പോലും നാണിപ്പിക്കുന്ന വേഷവിധാനങ്ങളുമായി മൃദു ഹിന്ദുത്വത്തെ തലോടും. അയോധ്യയിലേക്ക് ഇഷ്ടിക അയക്കും. കേരളത്തിലാകട്ടെ ന്യൂനപക്ഷ ഭൂരിപക്ഷ വർഗീയതയെ എതിർക്കുന്നുവെന്ന് നടിച്ച് മതരാഷ്ട്രവാദികളെ വെള്ളപൂശും. RSS ശാഖയ്ക്ക് കാവൽ നിൽക്കും. ഗോൾവാൾക്കറുടെ ചിത്രത്തിന് മുന്നിൽ വിളക്കു കൊളുത്തി ഓച്ചാനിച്ചു നിൽക്കും. ശേഷം മതനിരപേക്ഷ പാർട്ടിയെന്ന് സ്വയം ആനന്ദം കൊള്ളും. ഗോൾവാൾക്കറും മൗദൂദിയും പറഞ്ഞത് ഒന്നാണ്: ആദ്യത്തെ കൂട്ടർ അധികാരത്തിന്റെ ശീതളിമയിൽ മതേതരത്വത്തിന് വിള്ളലുണ്ടാക്കുമ്പോൾ അധികാരമില്ലാത്ത രണ്ടാമത്തെ കൂട്ടർ വർഗീയത ഒളിച്ചുകടത്താൻ ജനാധിപത്യത്തിന്റെ മറവ് തേടുകയാണ്. അതിന് കോൺഗ്രസ് കുടപിടിക്കുമ്പോൾ BJPയും കോൺഗ്രസും തമ്മിൽ എന്താണ് വ്യത്യാസം? ഇന്നീ ചർച്ചയിൽ പങ്കെടുക്കുന്നവർ: KT കുഞ്ഞിക്കണ്ണൻ CPIM-ൽ നിന്നും, B. റജി കോൺഗ്രസ് സഹയാത്രികൻ, M. ജയചന്ദ്രൻ മുതിർന്ന മാധ്യമപ്രവർത്തകൻ എന്നിവരാണ്. ആദ്യം ഞാൻ B. റജിയിലേക്ക് പോകുകയാണ്. ശ്രീ B. റജി, VD സതീശൻ ജമാഅത്തെ ഇസ്ലാമിയുടെ കാര്യത്തിൽ പറഞ്ഞത് അവർ മതരാഷ്ട്രവാദം ഉപേക്ഷിച്ചു, മതേതരത്വത്തിന്റെ വെള്ളരിപ്രാവുകളായി മാറിയിരിക്കുന്നു. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിന്റെ സമയത്ത് നാളുകൾ അധികം കഴിഞ്ഞിട്ടില്ല. VD സതീശന്റെ വാക്കുകൾക്ക് പോലും പുല്ലുവില എന്ന് വിശേഷിപ്പിക്കാവുന്ന നിലയിൽ നിലയിലാണ് ഇപ്പോൾ ജമാഅത്തെ ഇസ്ലാമിയുടെ പ്രവർത്തനം. അവർ ഇതാ മൗദൂദിയൻ ആശയങ്ങളിൽ നിന്നും ഞങ്ങൾ അണ്ണുകീട വ്യതിചലിച്ചിട്ടില്ല എന്നത് മാത്രമല്ല, മൗദൂദിയൻ ആശയങ്ങൾ എന്താണ് എന്നത് പുതുതലമുറയ്ക്കും പൊതുസമൂഹത്തിനും ബോധ്യപ്പെടുത്തുന്ന നിലയിൽ കേരളത്തിലാകമാനം ചർച്ചാ സംവാദ സദസ്സുകൾ സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഒരു കൂട്ടരെ വരുന്ന തദ്ദേശ പൊതു തെരഞ്ഞെടുപ്പിന്റെ അവസ്ഥയിൽ നാളുകളിൽ UDFനൊപ്പം കൂട്ടാനുള്ള ചർച്ചകളുമായി മുന്നോട്ട് പോകുകയാണ് UDF എന്ന് അടൂർ പ്രകാശ് പറയുകയും ചെയ്യുന്നു. വാസ്തവത്തിൽ ഈ നാടിന്റെ മതേതരത്വത്തെയല്ലേ നിങ്ങൾ വെല്ലുവിളിക്കുന്നത്? കേരളത്തിൻ്റെയോ അല്ലെങ്കിൽ ഇന്ത്യയുടെയോ മതനിരപേക്ഷതയെ കോൺഗ്രസ് എന്ന മഹാപ്രസ്ഥാനം ഒരിക്കലും വെല്ലുവിളിച്ചിട്ടില്ല. അസിത, ഒരു കാര്യം മനസ്സിലാക്കണം.
ബ്രിട്ടീഷ് ആധിപത്യത്തിൽ നിന്ന് ഇന്ത്യ മഹാരാജ്യത്തിനെ സ്വാതന്ത്ര്യം നേടുവാൻ വേണ്ടി സുദീർഘമായ സ്വാതന്ത്ര്യ സമരത്തിൽ ഇന്ത്യയിലെ കാശ്മീർ മുതൽ കന്യാകുമാരി വരെയുള്ള വിവിധ ജനവിഭാഗങ്ങളാണ് പങ്കെടുത്തത്. അത് വർഗത്തിൻ്റെയും വർണ്ണത്തിൻ്റെയും ജാതിയുടെയും മതത്തിൻ്റെയും ഒക്കെ അതീതമായിട്ടൊരു ഒറ്റ ഇന്ത്യക്ക് വേണ്ടിയാണ് അവരെല്ലാം ചലിച്ചതും അതിനുവേണ്ടി ബ്രിട്ടീഷുകാർക്കെതിരെ പടപൊരുതിയതും ആ സമരത്തിൽ ത്യാഗം സഹിച്ചതും നഷ്ടം സഹിച്ചതും ഒക്കെ. കോൺഗ്രസിന് ഒരു ലക്ഷ്യമാണുള്ളത്, എല്ലാവരും തുല്യരായി കാണുക, ഈക്വാളിറ്റി, സെക്കുലറിസം, സോഷ്യലിസം, ഇൻക്ലൂസീവ് ഗ്രോത്ത്, ഡെമോക്രസി. ആ മഹത്തായ തത്വങ്ങൾക്ക് വേണ്ടിയാണ് മഹത്തായ ഈ കോൺഗ്രസ് പ്രസ്ഥാനം നിലകൊള്ളുന്നത്. ജാതി മത വർഗ വർണ്ണ ചിന്തകൾക്ക് അതീതമായിട്ടാണ് കോൺഗ്രസിൻ്റെ പ്രസ്ഥാനം എക്കാലവും നിലകൊള്ളുന്നത്. ഇന്ത്യയിലെ അസിതയ്ക്കറിയാമല്ലോ, ഇന്ത്യയിലെ 43 ലക്ഷം ജാതികളും ഉപജാതികളും ഇന്ത്യയിലുണ്ട്. ഈ മഹത്തായ ഇന്ത്യയിൽ ഈ എല്ലാ ജാതി മത വിഭാഗങ്ങളോടും തുല്യമായ രാഷ്ട്രീയ അകലം പാലിക്കുകയും എല്ലാവരുടെയും ജീവിതത്തിൽ പോസിറ്റീവായിട്ടുള്ള പ്രയോജനം ചെയ്യുവാൻ വേണ്ടി, ഉന്നമനത്തിന് വേണ്ടി അങ്ങേയറ്റം കഠിനമായി കഷ്ടപ്പെടുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമാണ് ഇന്റർനാഷണൽ കോൺഗ്രസ്. മതവിഭാഗങ്ങളുമായി തുല്യതയാണ് എല്ലാവരോടും ഉള്ളത്. സെക്കുലറിസമാണ് അടിസ്ഥാന ഘടകം. അത്തരത്തിലുള്ള കോൺഗ്രസിനെ ഏതെങ്കിലും ഒരു വർഗീയ പാർട്ടിയോ അതിൻ്റെ നയങ്ങളുമായിട്ടോ ചേരുകയല്ല, മറിച്ച് കോൺഗ്രസ് പിന്തുടരുന്ന ആശയങ്ങളെ, നയങ്ങളെ അതിൽ ആകൃഷ്ടരായി കോൺഗ്രസിൻ്റെ ഭാഗത്തേക്ക് ചേർന്ന ഏത് മതവിഭാഗത്തിലുള്ളവരായാലും രാഷ്ട്രീയ പ്രസ്ഥാനത്തിലുള്ളവരായാലും അവരുടെ വോട്ട് കോൺഗ്രസ് സമാഹരിക്കും. അതിലൊരു തെറ്റുമില്ല. അത് നമ്മുടെ രാജ്യത്തിൻ്റെ ജനാധിപത്യത്തെ ശക്തിപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. ആ മഹത്തായ ഉദ്യമത്തിലാണ് കോൺഗ്രസ് ഏർപ്പെട്ടിട്ടുള്ളത്. താങ്കളുടെ മറുപടിയിൽ നിന്ന് മനസ്സിലാകാത്ത ഒരു കാര്യം ഞാൻ ആവർത്തിച്ച് ചോദിക്കുന്നു. അപ്പോൾ ജമാഅത്തെ ഇസ്ലാമിയുമായി കൂട്ടുകൂടില്ല കോൺഗ്രസ്, കാരണം അവർ ഒരു വർഗീയവാദ മതവാദ സംഘടനയാണ് എന്നതാണോ, അതോ ഈ നിലയിൽ മതവാദം പറയുന്ന ജമാഅത്തെ ഇസ്ലാമിയുമായി കൂട്ടുകൂടിയിട്ടായാലും ഞങ്ങൾ അടുത്ത തെരഞ്ഞെടുപ്പിനെ നേരിടും എന്നതാണോ കോൺഗ്രസിന്റെ ലൈൻ? കോൺഗ്രസിൻ്റെ ആശയങ്ങളിൽ ആകൃഷ്ടരായി അവർ കോൺഗ്രസിൻ്റെ നയ സമീപനങ്ങളിൽ ചേർന്നു നിൽക്കുകയാണെങ്കിൽ കോൺഗ്രസിന് അവരുടെ വോട്ട് സ്വീകരിക്കുന്നതിൽ ഒരു തടസ്സമില്ല. ഏതെങ്കിലും തരത്തിൽ അവരുമായി ഏതെങ്കിലും കൂട്ടുകൂടുന്നതുമായിട്ടുള്ള ചർച്ചകളൊന്നും കോൺഗ്രസ് പ്രസ്ഥാനത്തിൽ നടന്നിട്ടില്ലെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതൊക്കെ പിന്നീടുള്ള കാര്യങ്ങളാണ്. പിന്നെ അവരുടെ രാഷ്ട്രീയ പ്രസ്ഥാനമാണ് വെൽഫെയർ പാർട്ടി. ആ വെൽഫെയർ പാർട്ടിയുടെ പലപ്പോഴും അവർ UDF സഹായിച്ചിട്ടുണ്ട്. 2019 ശേഷം ഒരു കാര്യം അസിത മനസ്സിലാക്കണം, 1996 മുതൽ 2018 വരെ അവരുടെ പിന്തുണ, ജമാഅത്തെ ഇസ്ലാമിയുടെ പിന്തുണ വാങ്ങി പല സ്ഥാനങ്ങളും നേടിയിട്ടുള്ള, വോട്ടിൽ വിജയിച്ചിട്ടുള്ള ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമാണ് CPM എന്നുള്ള രാഷ്ട്രീയ പ്രസ്ഥാനം. അപ്പോൾ ജമാഅത്തെ ഇസ്ലാമിക്ക് ഇപ്പോൾ അങ്ങ് രാഷ്ട്രവാദം ഉയർത്തുന്നുവെന്നും അങ്ങേയറ്റം വർഗീയത വളർത്തുന്നു എന്നും ഒക്കെ CPM എന്ന രാഷ്ട്രീയ പ്രസ്ഥാനം പറയുമ്പോഴാണ് രാഷ്ട്രീയ രംഗത്തെ ഇരട്ടത്താപ്പ് ഏറ്റവും കൂടുതൽ നമുക്ക് വ്യക്തമാകുന്നത്. ശരി, ബി റജി, അതുമായി ബന്ധപ്പെട്ട് CPMന്റെ നിലപാട് എന്താണ് എന്നത് ശ്രീ KT കുഞ്ഞിക്കണ്ണൻ വിശദീകരിക്കും. എനിക്കിപ്പോൾ അറിയേണ്ടത് കോൺഗ്രസിന്റെ നിലപാടാണ്. ശ്രീ ബി റജി, ഒരിക്കൽ കൂടി ഒരു ക്ലാരിറ്റിക്ക് വേണ്ടി ഞാൻ ചോദിക്കുകയാണ്. ഇപ്പോൾ താങ്കൾ പറഞ്ഞതുപോലെ ജമാഅത്തെ ഇസ്ലാമി മതരാഷ്ട്രീയവാദി അല്ല, അങ്ങനെ ഒരു കക്ഷിയല്ല എന്ന് പറഞ്ഞു വെക്കാനാണ് താങ്കൾ ശ്രമിക്കുന്നത്. ഇനി താങ്കൾ അതല്ല ശ്രമിക്കുന്നതെങ്കിലും VD സതീശൻ, കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കോൺഗ്രസ് നേതാവ്, പ്രതിപക്ഷ നേതാവ്, ഇതിനോടകം അത് പറഞ്ഞു വെച്ചിട്ടുണ്ട്. മതേതര കക്ഷിയാണ് അത്രേ ജമാഅത്തെ ഇസ്ലാമി. പക്ഷേ രൂപീകൃതമാകുന്ന സമയത്ത് അവർക്ക് കൃത്യമായ ആശയമുണ്ട്, അജണ്ടയുണ്ട്. അത് മൗദൂദിയൻ ആശയമാണ്, അത് മതരാഷ്ട്രവാദമാണ്. നമ്മൾ ഈ സംസാരിക്കുന്ന ഈ നിമിഷം വരെ അതിൽ നിന്നും തെല്ല് പോലും പിന്നോട്ട് പോകുന്നതായി അവർ പ്രഖ്യാപിച്ചിട്ടുമില്ല. അപ്പോൾ ആ കക്ഷിയെ എങ്ങനെയാണ് കോൺഗ്രസ് ലൈൻ എന്ന് താങ്കൾ തന്നെ മുൻപ് വിശേഷിപ്പിച്ച ആ ലൈനിലേക്ക് ചുരുക്കാൻ സാധിക്കുന്നത്? കോൺഗ്രസ് എന്ന മഹാപ്രസ്ഥാനം ഒരു തരത്തിലുള്ള വർഗീയവാദത്തെയും അംഗീകരിക്കുന്നതല്ല. ഒരു തരത്തിലുള്ള സങ്കുചിത ചിന്താഗതിയെയും കോൺഗ്രസ് പ്രസ്ഥാനം അംഗീകരിക്കില്ല. ശരി, അപ്പോൾ അങ്ങനെ ഒരു തരത്തിലുള്ള വർഗീയ ചിന്താഗതികളെയും അംഗീകരിക്കാത്ത കോൺഗ്രസ് പ്രസ്ഥാനത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവിന് ജമാഅത്തെ ഇസ്ലാമി മതരാഷ്ട്ര സംഘടനയല്ല എന്ന് എങ്ങനെ പറയാൻ സാധിച്ചു? അത് അവരാണ് പ്രഖ്യാപിക്കേണ്ടത്. താങ്കൾ പറഞ്ഞതാണ് പോയിന്റ്. അത് അവരാണ് പ്രഖ്യാപിക്കേണ്ടത്. അവർ പോലും പ്രഖ്യാപിക്കാത്ത സാഹചര്യത്തിൽ എങ്ങനെ VD സതീശൻ പ്രഖ്യാപിച്ചു? പക്ഷേ ഒരു കാര്യം മനസ്സിലാക്കണം, അവരുടെ രാഷ്ട്രീയ പ്രസ്ഥാനം എന്ന് പറയുന്ന വെൽഫെയർ പാർട്ടിയുണ്ട്. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിലോട് വിശ്വസതയും കൂറും പുലർത്താമെന്നും അങ്ങേയറ്റം ഇന്ത്യയുടെ മതേതര മൂല്യങ്ങളിൽ ഉറപ്പു പറയാമെന്നും ഇന്ത്യയുടെ ഭരണഘടനാ ദത്തമായിട്ടുള്ള നമ്മുടെ ലക്ഷ്യങ്ങൾ സാധ്യമാക്കുന്നതിന് വേണ്ടിയുള്ള രാഷ്ട്രീയ പ്രവർത്തനത്തിൽ തങ്ങൾ പങ്കുകൊള്ളാമെന്നും ജനപ്രാതിനിധ്യ നിയമം 29A പ്രകാരം ഇലക്ഷൻ കമ്മീഷനിൽ രജിസ്റ്റർ ചെയ്യപ്പെട്ടിട്ടുള്ള ഒരു പൊളിറ്റിക്കൽ പാർട്ടിയാണ് വെൽഫെയർ പാർട്ടി. ഇന്ത്യയിലെ ഏത് രാഷ്ട്രീയ പ്രസ്ഥാനത്തെയും പോലെ ഇന്ത്യയിൽ രാഷ്ട്രീയ പ്രവർത്തനം നടത്തുവാൻ വെൽഫെയർ പാർട്ടിക്ക് ഒരു തടസ്സവുമില്ല. ജനാധിപത്യ പ്രക്രിയയിൽ അവർക്ക് പങ്കാളികളാകാം. പക്ഷേ ഒരൊറ്റ കാര്യമേ ഉള്ളൂ, ഇന്ത്യയുടെ മതേതരത്വത്തിലും ജനാധിപത്യത്തിലും തുല്യതയിലും അവർ അങ്ങേയറ്റം അവർ പ്രതിബദ്ധത കാട്ടുകയും, അല്ലെങ്കിൽ ഇന്ത്യയിൽ രജിസ്റ്റർ ചെയ്യപ്പെടുന്ന എല്ലാ പൊളിറ്റിക്കൽ പാർട്ടികളും അങ്ങനെ കാട്ടണം. ഹെയ്റ്റഡ് പാടില്ല. തുല്യതയിൽ അധിഷ്ഠിതമായിട്ടുള്ള ഒരു സാമൂഹ്യ നീതിയിൽ അധിഷ്ഠിതമായിട്ടുള്ള ഒരു രാഷ്ട്രീയ പ്രവർത്തനം ആണ് അവർ പുലർത്തേണ്ടത്
നടത്തേണ്ടത് എന്നുള്ളതും വ്യക്തമാക്കുന്ന തരത്തിലാണ് നമ്മുടെ ഭരണഘടനയിൽ അത് വ്യക്തമാക്കി. ഇന്ത്യയിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള രാഷ്ട്രീയ പാർട്ടിയാണല്ലോ BJP. മാത്രമല്ല ഇതാ അവർ തുടർച്ചയായി ഇന്ത്യ ഭരിക്കുകയും ചെയ്യുന്നു. BJPയോടുള്ള കോൺഗ്രസിന്റെ നിലപാട് എന്താണ്? അവർ വർഗീയത മുന്നോട്ട് വെക്കുന്നവരാണോ? അത് നയങ്ങളെ അടിസ്ഥാനമാക്കിയാണ് അവരോട് എതിർക്കുന്നത്. അവർ വർഗീയത പറയുമ്പോൾ അതിശക്തമായി കോൺഗ്രസ് എതിർക്കുന്നില്ലേ? ഇപ്പൊ ദേശീയ തലത്തിൽ BJPയെ അതിശക്തമായി എതിർക്കുന്ന രാഷ്ട്രീയ പ്രസ്ഥാനം ഏതാണ്? കോൺഗ്രസ് നേതാക്കളൊക്കെയും പറയുന്നത് കേൾക്കുന്നത് BJP അത് നാടിനെ ഭിന്നിപ്പിക്കുന്നു, വർഗീയ രാഷ്ട്രീയം മുന്നോട്ട് വെക്കുന്നു. എങ്ങനെയാണ് RSSലൂടെ? ആ നിലപാട് ഇപ്പോഴും ഉണ്ടോ കോൺഗ്രസിന്? അത് അതിൽ നിന്ന് പിന്നോട്ട് പോയിട്ടുണ്ടോ? നോക്കൂ, 77-ൽ ജനസംഘത്തിനോടൊപ്പം ചേർന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമാണ് ഇടതുപക്ഷ പ്രസ്ഥാനം. ഇവിടെ വർഗീയമായി നമ്മുടെ ദേശത്തെ, നമ്മുടെ രാജ്യത്തെ ഭിന്നിപ്പിക്കുവാനും ഇവിടെ ജനാധിപത്യത്തിന് ഭീഷണി ഉയർത്തുമ്പോഴും മതേതരത്വത്തിന് ഭീഷണി ഉയർത്തുമ്പോഴും അതിനെതിരെ ഇന്ത്യ മഹാരാജ്യത്തിൽ ഒറ്റക്കെട്ടായി പോരാടുന്നത് ആരാണ്? ഇന്റർനാഷണൽ കോൺഗ്രസ് ആണ്. ഇന്റർനാഷണൽ കോൺഗ്രസിന് കാശ്മീർ മുതൽ കന്യാകുമാരി വരെയും അതിന്റെ പ്രവർത്തകരുണ്ട്. ഈ പാർലമെന്റിൽ അറിയാമല്ലോ, രാഹുൽ ഗാന്ധിയുടെ ധീരമായ പോരാട്ടങ്ങൾ കണ്ടിട്ടില്ലേ? അവരുടെ നയ സമീപനങ്ങൾക്കെതിരെ അവർ ഛിദ്രമായിട്ടുള്ള അല്ലെങ്കിൽ വർഗീയമായിട്ടുള്ള ഒരു പ്രവർത്തനങ്ങൾ നടത്തുമ്പോഴും ജനാധിപത്യ വിരുദ്ധമായ പ്രവർത്തനങ്ങൾ നടത്തുമ്പോഴും അതിശക്തമായ ആക്രമണമാണ് കോൺഗ്രസ് നടത്തുന്നത്. അപ്പോൾ ജമാഅത്തെ ഇസ്ലാമിയുടെ പ്രഖ്യാപിത ലക്ഷ്യം എന്താണ് എന്നുള്ളത് ഒരിക്കൽ കൂടി ജമാഅത്തെ ഇസ്ലാമിയുടെ മുൻ അമീർ തന്നെ പറയുന്നത് ഒന്ന് കേട്ടുവരാം. ഇസ്ലാമിൻ്റെ വളരെ മൗലിക പ്രധാനമാണ് ഇസ്ലാമിൻ്റെ രാഷ്ട്രവും ഇസ്ലാമിക രാഷ്ട്രവും ഇസ്ലാമിക ഭരണവും എന്ന്. അഥവാ ആരാധനാ കർമ്മങ്ങൾ പോലും അതിനെ പൂർണ്ണതയോടെ തികവോടെ പെർഫെക്ഷനോടുകൂടി നിർവഹിക്കണമെങ്കിൽ ഇസ്ലാമിക രാഷ്ട്രവും ഭരണകൂടുമുണ്ട്. ഇസ്ലാമിൻ്റെ വളരെ മൗലിക പ്രധാനമാണ് ഇസ്ലാമിൻ്റെ രാഷ്ട്രവും ഇസ്ലാമിക രാഷ്ട്രവും ഇസ്ലാമിക ഭരണവും എന്ന്. അഥവാ ആരാധനാ കർമ്മങ്ങൾ പോലും അതിനെ പൂർണ്ണതയോടെ തികവോടെ പെർഫെക്ഷനോടുകൂടി നിർവഹിക്കണമെങ്കിൽ ഇസ്ലാമിക രാഷ്ട്രവും ഭരണകൂടുമുണ്ട്. ഇസ്ലാമിൻ്റെ വളരെ മൗലിക പ്രധാനമാണ് ഇസ്ലാമിൻ്റെ രാഷ്ട്രവും ഇസ്ലാമിക രാഷ്ട്രവും ഇസ്ലാമിക ഭരണവും എന്ന്. അഥവാ ശ്രീ ബി റജി കേട്ടല്ലോ അല്ലേ? ഇസ്ലാമിക രാഷ്ട്രം, മതരാഷ്ട്രം വരണം എന്നതാണ് ഞങ്ങളുടെ നിലപാട് എന്നത് പരസ്യമായി പ്രഖ്യാപിക്കുകയാണ് ജമാഅത്തെ ഇസ്ലാമിയുടെ മുൻ അമീർ. ഇനി പറയൂ, ജമാഅത്തെ ഇസ്ലാമിയുള്ള കോൺഗ്രസിന്റെ നിലപാട് എന്താണ്? നോക്കൂ, മതത്തെയും രാഷ്ട്രീയത്തെയും രണ്ടായി കാണണം നാം. രാഷ്ട്രീയ പ്രവർത്തനത്തിൽ മതത്തെ ഉപയോഗപ്പെടുത്തരുത്, അല്ലെങ്കിൽ മതം ഏതെങ്കിലും തരത്തിൽ രാഷ്ട്രീയമായ നേട്ടത്തിനായി അതിനെ ഉപയോഗപ്പെടുത്തരുത്. അതാണ് കോൺഗ്രസിന്റെ പ്രഖ്യാപിത നിലപാട്. അതായത് സെക്കുലറിസം, ഇന്ത്യയിലെ സെക്കുലറിസം എന്ന് പറഞ്ഞാൽ എന്താണ്? മതേതരത്വം. ഇവിടെ അവർക്ക് വ്യക്തിപരമായിട്ട് ഓരോരുത്തർക്കും അവരുടെ മതം വ്യക്തിപരമായ അഭിപ്രായമല്ല, അത് ജമാഅത്തെ ഇസ്ലാമിയുടെ അടിസ്ഥാന ലക്ഷ്യം, പ്രഖ്യാപിത നയം. അതിലൂന്നിയാണ് ജമാഅത്തെ ഇസ്ലാമി തന്നെ രൂപപ്പെട്ടിട്ടുള്ളത്. അതിലൂന്നിയാണ് അവർ വെൽഫെയർ പാർട്ടി രൂപീകരിച്ചിട്ടുള്ളത്. അതിലൂന്നിയാണ് അവർ സോളിഡാരിറ്റി എന്ന സംഘടന പോലും പടുത്തുയർത്തിയിട്ടുള്ളത്. പ്രഖ്യാപിത നയം, താങ്കൾ പറഞ്ഞതുപോലെ ഇന്ത്യയുടെ മതനിരപേക്ഷ ചേരിക്ക് പോറലേൽപ്പിച്ചുകൊണ്ട് മതരാഷ്ട്രം ഉയർത്തണം എന്നതാണ് ഞങ്ങളുടെ ലക്ഷ്യമെന്ന് പ്രഖ്യാപിക്കുന്നു ജമാഅത്തെ ഇസ്ലാമി. ആ ജമാഅത്തെ ഇസ്ലാമിയുടെ ഏത് തരത്തിലുള്ള ജനാധിപത്യ മുഖമാണ് കോൺഗ്രസിനെ ആകർഷിച്ചത് ശ്രീ ബി റജി? ഇന്ത്യയുടെ ജനാധിപത്യത്തിന് വേണ്ടി നിലകൊള്ളുന്ന ഇന്റർനാഷണൽ കോൺഗ്രസിന്റെ ആദർശങ്ങളിൽ അവർ ഏത് മതവിഭാഗങ്ങളും ആയിക്കൊള്ളട്ടെ, ഒരു തരത്തിലുള്ള തീവ്രവാദത്തെയും കോൺഗ്രസ് അനുകൂലിക്കുന്നില്ല, ഒരു തരത്തിലുള്ള വർഗീയതയെയും കോൺഗ്രസ് അനുകൂലിക്കുന്നില്ല. രണ്ട് വാദങ്ങൾ തമ്മിൽ ചേരണ്ടേ? ഒരു തരത്തിലുള്ള മത തീവ്രവാദത്തെയും കോൺഗ്രസ് അംഗീകരിക്കുന്നില്ലെങ്കിൽ മതരാഷ്ട്രം നിലവിൽ വരണമെന്ന് പറയുന്ന ഒരു സംഘടനയോട് നിങ്ങൾക്ക് എങ്ങനെ ചേർന്ന് നിൽക്കാൻ സാധിക്കും? അവർ കോൺഗ്രസിന്റെ ആശയങ്ങളുമായി ചേർന്ന് പോകുന്ന ഒരു ഘട്ടത്തിൽ എത്തുമ്പോൾ മാത്രമാണ് കോൺഗ്രസിനോടൊപ്പം ചേരാൻ കഴിയുക. അത് എത്തി എന്ന് ബോധ്യപ്പെട്ടിട്ടാണോ അവർ ഇപ്പോൾ മതനിരപേക്ഷ ചേരിയിലാണ് എന്ന് വി ഡി സതീശൻ പ്രഖ്യാപിച്ചത്, നിലമ്പൂരിൽ അവരുടെ വോട്ട് വാങ്ങിയത്? നോക്കൂ, അത് രാഷ്ട്രീയമായിട്ട് ഈ ഓരോരുത്തരുടെ വ്യക്തിപരമായിട്ടുള്ള മതസംഹിതകളിലുള്ള അവരുടെ വിശ്വാസ പ്രമാണത്തെ രാഷ്ട്രീയമായി കൂട്ടിക്കുഴയ്ക്കരുത്. ഇവിടെയാണ് വിഷയം. നമ്മൾ രാഷ്ട്രീയത്തെയും മതത്തെയും രണ്ട് ഭാഗങ്ങളായി കാണണം. നമ്മുടെ രാഷ്ട്രത്തിന്റെ ഉന്നമനത്തിനു വേണ്ടി ഒരു തരത്തിലുള്ള വർഗീയവാദത്തെയും സങ്കുചിത ചിന്താഗതിയെയും കോൺഗ്രസ് അംഗീകരിക്കുന്നില്ല. കോൺഗ്രസിന്റെ തുടക്കം മുതലുള്ള സമീപനം അത് തന്നെയാണ്. ഞാൻ മടങ്ങി വരാം. ശ്രീ കെ ടി കുഞ്ഞിക്കണ്ണൻ, ഒരു തരത്തിലുള്ള മതവാദത്തെയും കോൺഗ്രസ് അംഗീകരിക്കില്ല, പക്ഷേ മതരാഷ്ട്രം വേണമെന്നതാണ് ഞങ്ങളുടെ അടിസ്ഥാനം എന്ന് ആവർത്തിക്കുന്ന ജമാഅത്തെ ഇസ്ലാമിയുടെ വോട്ട് അവർ വാങ്ങിയ ശേഷം ജമാഅത്തെ ഇസ്ലാമി അതൊരു മതനിരപേക്ഷ കക്ഷിയല്ലേ എന്ന് നിഷ്കളങ്കമായി പറയും അവർ. അല്ല, നമ്മുടെ രാജ്യത്തിൻ്റെ ഈ കോൺഗ്രസ് പാർട്ടിയുടെ ചരിത്രത്തിൽ ഈ മതരാഷ്ട്രവാദികളുമായിട്ട് തിയോക്രാറ്റിക് നിലപാടുള്ള തീവ്രവാദ സംഘങ്ങളുമായി ഒത്തുതീർപ്പും അഡ്ജസ്റ്റ്മെൻറ്റും നടത്തിയതിന് വലിയ വില കൊടുത്ത പ്രസ്ഥാനമാണ്. ഇവിടെ കോൺഗ്രസിനെ പ്രതിനിധീകരിച്ച് ചർച്ചയിൽ പങ്കെടുക്കുന്ന സുഹൃത്തത് മനസ്സിലാക്കണം. ശ്രീമതി ഇന്ദിരാഗാന്ധിയുടെ ജീവൻ വരെ നഷ്ടപ്പെട്ടത് എന്താണെന്നോ? ഖാലിസ്ഥാൻ തീവ്രവാദികളുമായിട്ട് ബന്ധമുണ്ടാക്കി. അന്ന് ഭിന്ദ്രവാലയെ ഡൽഹിയിൽ ക്ഷണിച്ചു കൊണ്ടുപോയി ഇന്ദിരാഗാന്ധി പ്രത്യേക വിരുന്ന് കൊടുത്തു. ഇന്ദിരാഗാന്ധിയുടെ അവരുടെ പിതാവിൻ്റെ കാലത്ത് ആരാധ്യനായ
നെഹ്റു വളരെ റെസ്പെക്റ്റോടു കൂടി കണ്ടിരുന്ന കുൽദീപ് നയ്യർ അന്ന് ശ്രീമതി ഇന്ദിരാഗാന്ധിയോട് ചോദിച്ചു, എന്തിനാണ് ഒരു മതരാഷ്ട്രവാദിയായ ഒരു തിയോക്രാറ്റിക്കായ ഈ സന്യാസിയെ, ഈ ബിന്ദ്രവാലയെ നിങ്ങൾ ഡൽഹിയിൽ ക്ഷണിച്ചു കൊണ്ടുവന്ന് ഔദ്യോഗിക വിരുന്ന് കൊടുത്തത്? അപ്പോൾ കുൽദീപ് നയ്യരോട് ക്ഷോഭിച്ചൊന്നും പറയാൻ പറ്റില്ല, തൻ്റെ പിതാവിൻ്റെ സുഹൃത്താണ്. ഇന്ദിരാഗാന്ധി എന്താ പറഞ്ഞത്? അയാൾ സാത്വികനായ ഒരു സന്യാസിയാണ്, അദ്ദേഹത്തെ ഞാൻ വിളിച്ചു വരുത്തിയത് ഒരു വിരുന്നിന് വേണ്ടി മാത്രമാണ് എന്നാണ്. പക്ഷേ ആ സാത്വികനായ ബിന്ദ്രവാലയുടെ ഖാലിസ്ഥാൻ രാഷ്ട്രം വിഭാവനം ചെയ്തുകൊണ്ടുള്ള വിധ്വംസക പ്രവർത്തനങ്ങളുടെ വളരെ മാരകമായ ചരിത്രഗതിയിലാണ് ഇന്ദിരാഗാന്ധിക്ക് സ്വന്തം ജീവൻ കൊടുക്കേണ്ടി വന്നത്. കേരളത്തിൻ്റെ സാമൂഹ്യ അന്തരീക്ഷത്തിൽ ജമാഅത്തെ ഇസ്ലാമി ആരാണെന്ന് എല്ലാവർക്കും അറിയാം. അവരിപ്പോൾ UDFൻ്റെ സൗകര്യങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ഈ സംസ്ഥാനത്ത് ഒരു ഇസ്ലാമിക് സെക്ട് ഉണ്ടാക്കാനുള്ള, മതസെക്ട് ഉണ്ടാക്കാനുള്ള, അതിന് ഇസ്ലാമിൻ്റെ ചരിത്രവും മതവും പ്രബോധനവും പ്രവാചകന്റെ ദർശനവും ഖുറാനുമായിട്ട് യാതൊരു ബന്ധവുമില്ല. അത് ഈജിപ്തിൽ ബ്രിട്ടനും ഫ്രാൻസിനും അമേരിക്കക്കുമെതിരെ ഉയർന്നു വന്ന അറബ് ദേശീയതയുടെ മുന്നേറ്റത്തെ തടയാൻ ഉണ്ടാക്കിയ മുസ്ലിം ബ്രദർഹുഡിൻ്റെ പ്രതിവിപ്ലവകരമായ അങ്ങേയറ്റം പുരോഗതിക്കും ദേശീയതക്കുമെതിരായിട്ടുള്ള രാഷ്ട്രീയ സിദ്ധാന്തമാണ് ജമാഅത്തെ ഇസ്ലാമിയുടെ സിദ്ധാന്തം. ആ ജമാഅത്തെ ഇസ്ലാമി ആ സിദ്ധാന്തം മുന്നോട്ട് വെച്ച 1928 മുസ്ലിം ബ്രദർഹുഡിന് രൂപം കൊടുത്ത ഹസൻ ബന്നയുടെ ചിത്രം വെച്ച് കരിപ്പൂർ എയർപോർട്ടിലേക്ക് മാർച്ച് നടത്തിയ ആൾക്കാരാണ്. സയ്യിദ് കുത്തബ് രാഷ്ട്രീയ അധികാരത്തിന് വേണ്ടി ഇസ്ലാം ആയുധമെടുക്കണമെന്ന് പറഞ്ഞ, ആയുധമെടുക്കാതെ അധികാരം പിടിച്ചെടുക്കാൻ കഴിയില്ലെന്ന് പറഞ്ഞ വിധ്വംസക രാഷ്ട്രീയം, മതരാഷ്ട്രവാദത്തിൻ്റെ ഏറ്റവും ചിത്ര സ്വഭാവമുള്ള സിദ്ധാന്തം അവതരിപ്പിച്ച ആളാണ് കുത്തബ്. ആ സെയ്ദ് കുത്തബിൻ്റെയും ഹസൻ ബന്നയുടെയും ചിത്രം പിടിച്ച് കരിപ്പൂർ എയർപോർട്ടിലേക്ക് മാർച്ച് നടത്തിയ അതേ സോളിഡാരിറ്റിക്കാർ ഇന്നലെ, ഞാനിത് അവിടെ ഒരു ക്യാമ്പിൽ പങ്കെടുത്തിട്ട് വരിക, ആ സോളിഡാരിറ്റിക്കാർ മലപ്പുറത്ത് എന്താ ചെയ്തത്? മൗദൂദിയുടെ അതേപോലെ തന്നെ മറ്റൊരു ഈജിപ്ഷ്യൻ രാഷ്ട്രീയ ഇസ്ലാമിസ്റ്റായ മിസ്റ്റർ ഷെയ്ഖ് ഖുറദാവിയുടെയും രാഷ്ട്രീയ ചിന്തകളും ഭാവിയും എന്ന വിഷയത്തെ കേന്ദ്രീകരിച്ച് ശില്പശാല വെച്ചിരിക്കുന്നു, പഠന ക്യാമ്പ് വെച്ചിരിക്കുന്നു എന്ന് പറഞ്ഞാൽ അങ്ങേയറ്റം വിധ്വംസകമായ ഒരു ഒരു വളരെ റിലീജിയസ് ആയിട്ടുള്ള ഒരു മനോഭാവം നമ്മുടെ ചെറുപ്പക്കാർക്കിടയിൽ സൃഷ്ടിക്കാനുള്ള രാഷ്ട്രീയ അജണ്ടയുമായി ഇറങ്ങിത്തിരിച്ചിരിക്കുകയാണ് കേരളത്തിൽ ജമാഅത്ത് ഇസ്ലാമി. ആ ജമാഅത്ത് ഇസ്ലാമിയായിട്ട് രാഷ്ട്രീയ സഖ്യം ഉണ്ടാക്കുമ്പോൾ ഇവിടെ റെജി പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്താണ്? അദ്ദേഹം തെറ്റിദ്ധരിപ്പിക്കുകയാണ്. അദ്ദേഹം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്താണ്? മതത്തോട് ഞങ്ങൾക്ക് യാതൊരു പ്രശ്നവുമില്ല, എല്ലാ മതത്തിലും പെട്ട ആളുകളെ ഉൾക്കൊള്ളും. മതം ഇസ്ലാമാണ്, ഇത് രാഷ്ട്രീയ ഇസ്ലാമിസമാണ്. പൊളിറ്റിക്കൽ ഇസ്ലാമിസം എന്ന് പറയുന്നത് ബ്രിട്ടനും അമേരിക്കയൊക്കെ ഉണ്ടാക്കിയ ഒരു സാമ്രാജ്യത്വ തത്വശാസ്ത്രമാണ്. അത് നബിയുടെ പ്രബോധന ചരിത്രവുമായി ഖുറാനിക ജ്ഞാനവുമായി അതിന് യാതൊരു ബന്ധവുമില്ല. ഇത് എൻ്റെ ആയിരിക്കും അദ്ദേഹം, എനിക്ക് അദ്ദേഹത്തെ ഇപ്പം മനസ്സിലായിട്ടില്ല. അദ്ദേഹം മനസ്സിലാക്കേണ്ടത് ഒന്ന് ജവഹർലാൽ നെഹ്റുവിനെ വായിക്കണം. ജവഹർലാൽ നെഹ്റു 1937 ഇന്ത്യൻ മുസ്ലിങ്ങൾ തെറ്റിദ്ധരിച്ച് കോൺഗ്രസുമായി ദേശീയ പ്രസ്ഥാനവുമായി അകലം പ്രാപിക്കരുത്, നിങ്ങൾ ദേശീയ പ്രസ്ഥാനത്തിൻ്റെ ഭാഗമാകണം. അങ്ങനെ അന്നത്തെ AICCയുടെ 1937 AICC വർക്കിംഗ് കമ്മിറ്റിയുടെ തീരുമാനമനുസരിച്ച് ജവഹർലാൽ നെഹ്റു ദേശീയ തലത്തിൽ ഒരു മുസ്ലിം ജനസമ്പർക്ക പരിപാടി ആരംഭിച്ചു. ആ ജനസമ്പർക്ക പരിപാടിയെക്കുറിച്ച് ഇന്നലെ ഈ ജമാഅത്ത് ഇസ്ലാമിയുടെ സോളിഡാരിറ്റിക്കാർ മലപ്പുറത്ത് പഠിപ്പിച്ച രാഷ്ട്രീയ ചിന്തയുണ്ടല്ലോ മിസ്റ്റർ മൗദൂദിയുടെ, ആ മൗദൂദി എന്താ പറഞ്ഞെന്നറിയോ? നെഹ്റുവിൻ്റേത് ഒരു മുസ്ലിം ശുദ്ധീകരണ ഗൂഢാലോചനയാണ്. ശുദ്ധീകരണം എന്ന് പറഞ്ഞാൽ ക്ലീനിങ്, മുസ്ലിങ്ങളെ ഉച്ചാടനം ചെയ്യാനുള്ള, ഇന്ത്യയിലെ മുസ്ലിങ്ങളെയെല്ലാം അദ്ദേഹം കോൺഗ്രസിൻ്റെ ഭാഗമാക്കി ഹിന്ദുക്കളായി പരിവർത്തനം ചെയ്യാനുള്ള ആസൂത്രിതമായ നീക്കമാണ് ജവഹർലാൽ നെഹ്റു നടത്തുന്നത്. നെഹ്റു ഒരു ഹിന്ദു വർഗീയവാദിയാണ്, ഹിന്ദുത്വവാദിയാണെന്ന് ഒരു ഉളുപ്പുമില്ലാതെ ആക്ഷേപിച്ച അങ്ങേയറ്റം വിധ്വംസകമായ രാഷ്ട്രീയ ചിന്ത കൊണ്ട് ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തെ RSSകാരെ പോലെ തന്നെ ഒറ്റിക്കൊടുത്ത പാരമ്പര്യമുള്ള ഒരു കുറ്റവാളിയാണ് മിസ്റ്റർ മൗദൂദി. ആ മൗദൂദിയുടെ സിദ്ധാന്തം, രാഷ്ട്രീയ ജീവിതം, അതിൻ്റെ ഭാവി എന്താണെന്ന് ഇന്നത്തെ കാലത്ത് ഈ 21ാം നൂറ്റാണ്ടിൽ മലപ്പുറം പോലെയുള്ള ഒരു സ്ഥലത്ത് RSSകാരെ പോലെ തന്നെ ക്യാമ്പുകൾ വെക്കുകയാണ്. RSSൻ്റെ മതരാഷ്ട്ര സിദ്ധാന്തങ്ങളെ പോലെ തന്നെ ജമാഅത്തെ ഇസ്ലാമിയുടെ മതരാഷ്ട്ര സിദ്ധാന്തങ്ങളും കോൺഗ്രസും CPM ഒക്കെ അടങ്ങുന്ന മതനിരപേക്ഷ ശക്തികൾ ഒന്നിച്ചു നിന്ന് എതിർക്കണം. അവസരവാദപരമായി ഇത്തരം ചിത്രശക്തികളുമായി കൂട്ടുകെട്ടുണ്ടാക്കിയാൽ ഖാലിസ്ഥാൻ വാദത്തിന് അനുഭവമുണ്ട് ഇന്ത്യയിൽ, അതേപോലെ തന്നെ ആസാം വിഘടനവാദികളുമായിട്ട്. എന്താണ്
നെല്ലിയ കൂട്ടക്കുല ഉൾപ്പെടെയുള്ള സംഭവങ്ങളിലേക്ക് എത്തിയത് എങ്ങനെയാണ്? രാജീവ് ഗാന്ധിക്ക് ആസാം അക്കോർഡ് ഉണ്ടാക്കുന്ന രീതിയിലേക്ക് ഈ തീവ്രവാദികളുമായി ചർച്ച ചെയ്യേണ്ട ഗതികേട് ഉണ്ടാക്കിയത് എന്താണ്? അതെല്ലാം തന്നെ ഇത്തരം വിഘടന ചിത്രശക്തികളുമായിട്ട് രാഷ്ട്രീയ അവസരവാദപരമായ കൂട്ടുകെട്ടുണ്ടാക്കിയതിൻ്റെ അനിവാര്യ ഫലമാണ്. ഈ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് ഹിന്ദുത്വം RS മുന്നോട്ട് വെക്കുന്ന ഹിന്ദു രാഷ്ട്രവാദം അതിനെ എതിർക്കണമെങ്കിൽ ഇപ്പുറത്ത് സാർവദേശീയ തലത്തിലുള്ള രാഷ്ട്രീയ ഇസ്ലാമിസത്തിൻ്റെയും പെട്രോൾ ഡോളർ എന്ന് പറയുന്ന ഫണ്ടിൻ്റെയും ബലത്തിൽ കേരളത്തിൽ വിധ്വംസകത്വം ഉണ്ടാക്കുന്ന മതനിരപേക്ഷ പ്രസ്ഥാനങ്ങളെയെല്ലാം ഹിന്ദു പാർട്ടിക്കാരും ഹിന്ദു വർഗീയവാദികളുമായി ചിത്രീകരിക്കുന്ന ജമാഅത്തെ ഇസ്ലാമിയെ നമ്മളെല്ലാം ചേർന്ന് ഒറ്റപ്പെടുത്തണം. RSനെ പ്രതിരോധിക്കാൻ ജമാഅത്ത് ഇസ്ലാമിയോടും കൃത്യമായ നിലപാട് മതനിരപേക്ഷ കക്ഷികളായ CPMനും കോൺഗ്രസിനുമെല്ലാം ഉണ്ടാക്കണം. അവസരവാദപരമായ തെരഞ്ഞെടുപ്പ് താല്പര്യങ്ങൾക്ക് വേണ്ടി നിങ്ങൾ കൂട്ടുകെട്ടുണ്ടാക്കിയാൽ അതിൻ്റെ അനന്തരഫലം എന്ന് പറയുന്നത് കേരളത്തിലെ മതനിരപേക്ഷ പ്രസ്ഥാനത്തിന്, പ്രത്യേകിച്ച് മുസ്ലിം ജനസമൂഹത്തിനകത്തെ മതനിരപേക്ഷവാദികളായ വലിയൊരു വിഭാഗത്തെ വലിയ രീതിയിലുള്ള അസ്വസ്ഥതയിലേക്ക് തള്ളിവിടുന്ന ഒന്നാണ്. വളരെ തെറ്റായ ഒരു റിലീജിയസ് സെക്ട് ഉണ്ടാക്കാൻ ഇത് 1970കളിലൊക്കെ പാകിസ്ഥാനിൽ നമ്മൾ കണ്ടതാണ്. ശീതയുദ്ധകാലത്തെ കുറിച്ചുള്ള പഠനങ്ങളിൽ പാകിസ്ഥാനിലെ മതനിരപേക്ഷ പ്രസ്ഥാനത്തെ തകർക്കാൻ മൗദൂദി വഹിച്ച പങ്ക് എന്താണെന്നുള്ള നിരവധി പഠനങ്ങളുണ്ട്. അതുകൊണ്ട് റെജിയോട് എനിക്ക് പറയാനുള്ളത്, താങ്കൾ ഇതിനെ ന്യായീകരിച്ചാൽ RSSനെതിരായിട്ടുള്ള നമ്മുടെ കൂട്ടായ പ്രതിരോധത്തെ ദുർബലപ്പെടുത്തുന്ന നിലപാടാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് UDF ഇപ്പോൾ ജമാഅത്ത് ഇസ്ലാമിയുമായി ഉണ്ടാക്കുന്ന അവസരവാദപരമായ കൂട്ടുകെട്ട്. ശരി. ശ്രീ M ജയചന്ദ്രൻ, ഒരു തെരഞ്ഞെടുപ്പിലേക്ക് പോകുന്ന സമയത്ത് UDFനും കോൺഗ്രസിനും എന്താണ് മുന്നോട്ട് വെക്കാനുള്ളത്, അല്ലെങ്കിൽ എന്താണ് അവർ പറയാൻ ഉദ്ദേശിക്കുന്ന രാഷ്ട്രീയം എന്നുള്ളത് ഏറെ പ്രധാനപ്പെട്ട ചോദ്യമാണ്. സർക്കാർ ഒരു ഭാഗത്ത് വികസനവുമായി, ജനങ്ങളോടുള്ള കരുതലുമായി, ജനക്ഷേമ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുകയാണ്. അപ്പോൾ ആ നിലയിൽ സർക്കാരിനും LDFനും വലിയ ആത്മവിശ്വാസമുണ്ട് തെരഞ്ഞെടുപ്പിനെ നേരിടാൻ. ഇനി രണ്ടാമത് മറ്റൊരു ഘടകം പരിശോധിക്കുകയാണെങ്കിൽ ഈ നിലയിൽ ഈ സാമുദായിക, രാഷ്ട്രീയ, സാംസ്കാരിക സംഘടനകളൊക്കെ അവരും ഇതാ സർക്കാരിന് പൂർണ്ണമായും പിന്തുണ പ്രഖ്യാപിച്ച് സർക്കാരിന്റെ പ്രവർത്തനങ്ങൾക്ക് കൈയടിച്ചൊപ്പം നിൽക്കുന്നു. അപ്പോൾ സ്വാഭാവികമായും വലിയ അന്താളിപ്പുണ്ടാകും UDFനും കോൺഗ്രസിനും ഒക്കെ. പക്ഷെ അതിനെ മറികടക്കാൻ ഈ നിലയിൽ വർഗീയ കക്ഷികളുമായി കൂട്ടുപിടിക്കുകയാണോ വേണ്ടത്? അടൂർ പ്രകാശ് ഇന്ന് ഏറെക്കുറെ സമ്മതിക്കുന്നുണ്ട് അടുത്ത തെരഞ്ഞെടുപ്പിൽ മുന്നണിയായിട്ടാകും മത്സരിക്കുക എന്നത്. അതെ അശ്വിത, ഒരു വലിയ വളരെ വലിയ ഒരു പതനത്തിലാണ് UDF കൺവീനർ ഇന്നലെയും ഇന്നുമായി പറഞ്ഞതും നിലമ്പൂർ ബൈ ഇലക്ഷനിൽ കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവ് ഇവരെ ബന്ധപ്പെടുത്തി പറഞ്ഞതുമായ കാര്യങ്ങൾ കേരളത്തിന് മുമ്പിൽ നിൽക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വസ്തുത. ആ വസ്തുത, അതിന്റെ യാഥാർത്ഥ്യം റജിയെ പോലുള്ള ഒരു കോൺഗ്രസ് നേതാവ് അല്ലെങ്കിൽ കോൺഗ്രസിന്റെ ചാനൽ ചർച്ചയിൽ പങ്കെടുക്കുന്ന വക്താവ് തീരെ മനസ്സിലാക്കുന്നില്ല എന്നുള്ളത് അത്യന്തം ദൗർഭാഗ്യകരം എന്ന് മാത്രമേ കാണാൻ കഴിയൂ. എന്താണ് സതീശൻ പറഞ്ഞത്? സതീശൻ പറഞ്ഞത് അവരുടെ മതരാഷ്ട്രവാദം അവർ ഉപേക്ഷിച്ചിരിക്കുന്നു. പരിശോധിക്കണ്ടേ നമ്മൾ ആ വിഷയം? എന്താണ് റജി താങ്കൾ അത് പരിശോധിക്കാത്തത്? എന്താണ് ഇവരുടെ മതരാഷ്ട്രവാദം? അവരെന്താണത് മാറ്റിവെച്ചിട്ടുള്ളത്? എന്നിട്ട് എന്താണ് കൊണ്ടുവന്നിട്ടുള്ളത്? ഇത്തരം കാര്യങ്ങളാണ് റജി താങ്കൾ കോൺഗ്രസ് നേതാവെന്നുള്ള നിലയിൽ, വക്താവെന്നുള്ള നിലയിൽ ഈ ചർച്ചയിൽ പങ്കെടുക്കുമ്പോൾ സംസാരിക്കണം എന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നത്. കാരണം ഇവര് പറയുന്നത്, നേരത്തെ പറഞ്ഞിരുന്നത് ഹുക്കുമത്തെ ഇലാഹിയാണ്. ആര്? ജമാഅത്തെ ഇസ്ലാമി. ഈ ഹുക്കുമത്തെ ഇലാഹി എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു സംശയമില്ലാതെ പറയാൻ ദൈവരാജ്യമാണ്. അപ്പൊ അതിന്റെ ഭാഗമായി എന്താണ് അവർ കേരളത്തിൽ ചെയ്തുകൊണ്ടിരുന്നത്? അതോടെ നോക്കണ്ട റജി. അവര് സർക്കാർ ജോലിക്ക് പോവില്ല. എന്തുകൊണ്ടാ? ഈ ഹുക്കുമത്തെ ഇലാഹിയിൽ വിശ്വസിക്കുന്നതുകൊണ്ടാ, ദൈവരാജ്യത്തിൽ വിശ്വസിക്കുന്ന സർക്കാർ ജോലിക്ക് പോവില്ല. അത് അവരുടെ നയത്തിൽ പെടുന്നതായിരുന്നു. മൗദൂദിയൻ ആശയങ്ങളിൽ അങ്ങനെ തന്നെയാണ് പറയുന്നത്. വോട്ട് ചെയ്യില്ല, അത് രണ്ടാമത്തെ ഒരു കാര്യമായിരുന്നു. മൗദൂദിയൻ ആശയത്തിൽ അത് തന്നെയാണ് പറയുന്നത്. അത് നടപ്പിലാക്കുക എന്നുള്ളത് അവരുടെ ഉത്തരവാദിത്തമാണ്. അങ്ങനെയായിരുന്നു അവർ. പക്ഷേ ആ ദൈവരാജ്യം എന്നുള്ളതിൽ നിന്ന് അവർ മാറുകയാണ്. ദൈവരാഷ്ട്രം എന്നുള്ളത് മാറിയിട്ടോ ഇഖാമത്ത് ദീൻ, അതിലേക്കാണ് അവർ വരുന്നത്. ഹുക്കുമത്തെ ഇലാഹിയിൽ നിന്ന് ഇഖാമത്ത് ദീനിലേക്ക് വരികയാണ്. എന്താണ്? മതസംസ്ഥാപനം. അതാണ് ഇഖാമത്ത് ദീനിന്റെ കേവലമായ അർത്ഥം. ആ വാച്യാർത്ഥം തന്നെ അതാണ് ഇഖാമത്ത് ദീനിന്റെ. അപ്പൊ നിങ്ങളത് കാണുന്നില്ല. എന്തുകൊണ്ടാണ്? കേരളീയ സമൂഹത്തിൽ താങ്കൾ മുമ്പേ പറഞ്ഞല്ലോ റജി,
പിന്നെ ഇവിടെ അവർ ഇലക്ഷൻ കമ്മീഷന്റെ അംഗീകാരപ്രകാരം പ്രവർത്തിക്കുന്ന സംഘടനയാണ് ആര്? വെൽഫെയർ പാർട്ടി. അവർ തെറ്റായ നിലയിൽ പോവുകയാണെന്നുണ്ടെങ്കിൽ ഇടപെടും. ആരിടപെടുമെന്നാണ്? BJP തെറ്റായ നിലയിൽ പ്രവർത്തിക്കുന്നു, ഇലക്ഷൻ കമ്മീഷന്റെ അംഗീകാരമുള്ള പാർട്ടിയാണ്. അവർ ചെയ്യുന്നതിനൊക്കെ എന്താണ് നിങ്ങൾക്ക് മറുപടി ഉള്ളത്? ഭരണഘടനാ വിരുദ്ധമാണ് എന്ന് പറയുന്നത് ആരാണ്? അപ്പൊ അതവിടെ നിൽക്കട്ടെ, നിങ്ങളത് പറയുന്നില്ല എന്ന് മാത്രമല്ല, എന്താണ് ഈ നടപടികളിലൂടെ അവർ വരുത്തി വെക്കാൻ പോകുന്ന വലിയ കെടുതി, വലിയ വിന എന്നുള്ളതിനെ സംബന്ധിച്ച് വിദൂരമായിട്ട് പോലും കാണാൻ നിങ്ങൾ തയ്യാറാവുന്നില്ല. റജി, കോൺഗ്രസ് പാർട്ടി തയ്യാറാവുന്നില്ല. അതിന്റെ ലെജിസ്ലേറ്റീവ് പാർട്ടിയെ നയിക്കുന്ന പ്രതിപക്ഷ നേതാവായ VD സതീശൻ തയ്യാറാവുന്നില്ല. അതിന്റെ ഇപ്പോഴത്തെ UDF കൺവീനറായ MP അടൂർ പ്രകാശ് തയ്യാറാവുന്നില്ല. എന്താണ് അതിന്റെ അർത്ഥം? ഒരേ ഒരു അർത്ഥമേ ഉള്ളൂ കേട്ടോ. അതിന്റെ അർത്ഥം വരാനിരിക്കുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിലും അതിനുശേഷം നടക്കാനിരിക്കുന്ന നിയമസഭാ പൊതു തെരഞ്ഞെടുപ്പിലും ഇവരിൽ നിന്ന് സമാഹരിക്കാൻ കഴിയുന്ന ചെറുതെങ്കിലും 1-2 പരമാവധി 2.5% വരെയുള്ള വോട്ടുകൾ ഈ അടിസ്ഥാനത്തിൽ, മതാടിസ്ഥാനത്തിൽ ഇവർ വഴി സംഘടിപ്പിച്ചെടുക്കാനുള്ള അത്രപ്പാടാണ് നിങ്ങളുടെ VD സതീശനും നിങ്ങളുടെ അടൂർ പ്രകാശും ഒക്കെ ചേർന്ന് കാണിക്കുന്ന വെപ്രാളം. ഈ വെപ്രാളം ജനങ്ങളോട് പറഞ്ഞു കൊടുക്കാതിരിക്കാനേ കഴിയില്ല. ഇത് പറഞ്ഞു കൊടുത്തില്ലെങ്കിൽ നമ്മളൊന്നും ഈ അക്ഷരം കൊണ്ട്, ഞാൻ അക്ഷരം കൊണ്ട് ജീവിക്കുന്നവനാണ്, കേട്ടിയൊക്കെ രാഷ്ട്രീയ നേതാവാണ്, അസിത മാധ്യമ പ്രവർത്തകയാണ്, താങ്കൾ രാഷ്ട്രീയ നേതാവാണ്. നമ്മളൊന്നും ആ സ്ഥാനത്തിരിക്കാൻ പോലും അർഹതയും യോഗ്യതയും ഇല്ലാത്തവരായി മാറും. ശ്രീ B. റജി, അത്രയ്ക്ക് അപകടകാരികളായ ഒരു സംഘത്തിനെയാണ് നിങ്ങൾ താലോലിക്കുന്നത്. എന്തിന്? കേവലമായ വോട്ട് സമാഹരണത്തിന് വേണ്ടി. അതുകൊണ്ട് വല്ലതും കിട്ടുമെന്ന് നിങ്ങൾക്ക് തെറ്റിദ്ധാരണ ഉണ്ടെങ്കിൽ, അത് നിങ്ങളുടെ നേതാക്കന്മാരോടാണ് നിങ്ങൾ ചോദിക്കേണ്ടത്. നിങ്ങൾക്ക് സംഘന്മാരെ അത്ര തെറ്റിദ്ധാരണ ഉണ്ടോ? ഞങ്ങൾക്ക് ആ തെറ്റിദ്ധാരണയില്ല. കേരളീയ പൊതുസമൂഹത്തിന് തീരെയില്ല അത്തരം തെറ്റിദ്ധാരണ. കാരണം ഈ പറയുന്ന മൗദൂദിയൻ ആശയങ്ങൾ വിളമ്പുന്നത് വിഷമാണ്. എത്രത്തോളം കൂടുതൽ വിഷം വിളമ്പി എത്രത്തോളം മനുഷ്യരെ അതിന് കീഴ്പ്പെടുത്താമോ അതാണ് അവർ നോക്കുന്നത്. അതിന് മാക്സിമം നമ്മൾ ചോദ്യം ചെയ്യും. മതനിരപേക്ഷതയുടെ ലേബലിൽ തന്നെ നിന്നുകൊണ്ട് അതിനെ എതിർക്കും. പ്രവാചകൻ പറഞ്ഞ പല 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 കാര്യങ്ങളുണ്ട്. അദ്ദേഹത്തിന്റെ അവസാനത്തെ പ്രസംഗം റജിയെടുത്ത് വായിക്കണം, മക്കയിലെ. അതില് മുസ്ലിങ്ങളെ അല്ല പ്രവാചകൻ നബി അഭിസംബോധന ചെയ്യുന്നത് കേട്ടോ. മുസ്ലിങ്ങളെ അല്ല അദ്ദേഹം അഭിസംബോധന ചെയ്യുന്നത്. അദ്ദേഹം അഭിസംബോധന ചെയ്യുന്നത് ആരാണെന്ന് അറിയുമോ? അദ്ദേഹം അഭിസംബോധന ചെയ്യുന്നത് ലോക ജനതയാണ്, ലോക ജനങ്ങളെയാണ് അഭിസംബോധന ചെയ്യുന്നത്. അത്രയും പ്രശസ്തമാണ് ആ പ്രസംഗം. ആ പ്രസംഗത്തിന്റെയൊക്കെ ചുവട് പിടിച്ച് ഇപ്പൊ ഇവിടെ വാരി വിതറുന്നത് എന്താണിവർ? ഈ ജമാഅത്തെ ഇസ്ലാമിയും വെൽഫെയർ പാർട്ടിയും മൗദൂദിസ്റ്റ് ആശയങ്ങളും അവരുടെ മറ്റു തരത്തിലുള്ള ഏർപ്പാടുകളും വരുത്തി വെക്കുന്ന വിനകൾ എന്നുള്ളത് നിങ്ങളെപ്പോലുള്ളവർക്ക് മനസ്സിലാവുന്നില്ലെങ്കിൽ ആ കഷ്ടം എന്നതാണ് എന്താണ് പറയുക? അത് തന്നെ ഞാൻ ആവർത്തിച്ച് പറയുകയാണ്, ആ കഷ്ടം. പക്ഷെ കേരളത്തിൽ ഇത്തരത്തിലുള്ള ഒരു പരിപ്പും വീഴാൻ പോകുന്നില്ല. എനിക്ക് സമ്മതിക്കില്ല. ഓക്കെ, ഞാൻ മടങ്ങി വരാം. ശ്രീ B. റജി, ഇവിടെ ഇപ്പോൾ ശ്രീ ജയചന്ദ്രൻ സാർ പറഞ്ഞതുപോലെ ജമാഅത്ത് ഇസ്ലാമി അവരുടെ ആശയങ്ങളിൽ നിന്നും പിന്നോട്ട് പോയി എന്ന് VD സതീശൻ പറയുമ്പോൾ അത് എന്ത് അടിസ്ഥാനത്തിലാണ് എന്ന ചോദ്യം കൂടിയുണ്ടല്ലോ. അദ്ദേഹം ഇവിടെ വിശദീകരിച്ചതുപോലെ ജമാഅത്ത് ഇസ്ലാമിയുടെ ചില പ്രഖ്യാപിത ലക്ഷ്യങ്ങൾ. അപ്പോൾ VD സതീശൻ ഇത് പറയുമ്പോൾ ഇനി ജമാഅത്ത് ഇസ്ലാമി അവരുടെ മുൻ നിലപാടിൽ നിന്നും പിന്നോട്ട് പോയിട്ടുണ്ടോ എന്നുള്ളത് നമ്മളും പരിശോധിക്കണമല്ലോ, ഈ രംഗത്തെ സമഗ്രമായി സൂക്ഷ്മമായി വീക്ഷിക്കുന്ന ആളുകൾ എന്ന നിലയിൽ. അപ്പോൾ ജമാഅത്ത് ഇസ്ലാമി നിലപാടിൽ നിന്നും പിന്നോട്ട് പോയിട്ടുണ്ടോ എന്ന് അറിയണമെങ്കിൽ അവരുടെ തന്നെ ജുഹാകൾ പരിശോധിക്കണം. അങ്ങനെ ഞാൻ പരിശോധിക്കുമ്പോൾ അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട എഴുത്തായ പ്രബോധനത്തിൽ വന്ന ഒരു ലേഖനത്തിൽ ഇങ്ങനെ വിശദീകരിക്കുകയാണ്. നോക്കൂ, ഞാൻ ചില വരികൾ വായിക്കാം. സെയ്ദ് ഹാമിദ് ഹുസൈൻ എന്ന ജമാഅത്തെ ഇസ്ലാമി നേതാവാണ് ജമാഅത്തെ ഇസ്ലാമിയുടെ വളർച്ചയുടെ ആദ്യ പടവുകൾ എന്ന ലേഖനത്തിൽ വിശദീകരിക്കുന്നത്. ജമാഅത്തിന്റെ പ്രാരംഭ ലക്ഷ്യമായ ഹുക്കുമത്തെ ഇലാഹി, അതാണ് മുൻപ് ജയചന്ദ്രൻ സർ വിശദീകരിച്ചത്. അപ്പോൾ ജമാഅത്തിന്റെ പ്രാരംഭ ലക്ഷ്യമായ ഹുക്കുമത്തെ ഇലാഹിയെ സംബന്ധിച്ച് പല വൃത്തങ്ങളിലും തെറ്റിദ്ധാരണകൾ പ്രചരിച്ചിരുന്നു. ചില തൽപര കക്ഷികൾ ഗവൺമെന്റിന്റെയും പൊതുജനങ്ങളെയും തെറ്റിദ്ധരിപ്പിക്കാൻ തീവ്ര ശ്രമം നടത്തുകയുണ്ടായി. തന്മൂലം ജമാഅത്തിന്റെ ഭരണഘടനയിൽ പാർട്ടിയുടെ ലക്ഷ്യത്തെ ദ്യോതിപ്പിക്കാൻ ഹുക്കുമത്തെ ഇലാഹി എന്നതിന് പകരം ഇഖാമത്തെ ദീൻ എന്ന പദം പ്രയോഗിക്കപ്പെട്ടു. ഇഖാമത്തെ ദീൻ പ്രയോഗം ഖുറാന്റെ സാങ്കേതിക ശബ്ദമാണ് എന്നതിന് പുറമെ ഹുക്കുമത്തെ ഇലാഹിയുടെ എല്ലാ ആശയങ്ങളും ഉൾക്കൊള്ളുന്നത് കൂടിയാകുന്നു.
അതിനാൽ കൂടുതൽ തെറ്റിദ്ധാരണകൾക്ക് അതിൽ സാധ്യത അവശേഷിക്കുകയും സാങ്കേതിക ശബ്ദം എന്ന നിലയിൽ ജമാഅത്തെ ഇസ്ലാമി ഇപ്പോഴും ഇതേ പദം തന്നെ ഉപയോഗിച്ചു വരികയും ചെയ്യുന്നു. അതായത് മുൻപ് ഈ പോപ്പുലർ ഫ്രണ്ടൊക്കെ സജീവമാകുന്ന കാലത്ത് ആദ്യം പോപ്പുലർ ഫ്രണ്ടിനെ നിരോധിക്കുമ്പോൾ അവർ NDF എന്ന പേരിൽ വീണ്ടും പ്രവർത്തിക്കാൻ തുടങ്ങുന്നു. തിരിച്ചാണെന്ന് തോന്നുന്നല്ലേ? ആദ്യം NDF-നെ നിരോധിക്കുമ്പോൾ പോപ്പുലർ ഫ്രണ്ട് എന്ന പേരിൽ പ്രവർത്തിക്കാൻ തുടങ്ങുന്നു. അതിനെ നിരോധിക്കുമ്പോൾ അവർ STPI ആകുന്നു എന്ന് പറഞ്ഞതുപോലെ ജമാഅത്തെ ഇസ്ലാമിയുടെ ആശയങ്ങളെ വിമർശിക്കപ്പെട്ടപ്പോൾ അവർ ഹുക്കുമത്തെ ഇലാഹി എന്നതിന് പകരം ഇഖാമത്തെ ദീൻ എന്ന് പ്രയോഗിച്ചു. അത് അല്പം കൂടി തീവ്രമാണ് എന്നതാണ് ഇതിന്റെ അർത്ഥം. ശ്രീ ബി റജി, അപ്പോൾ എവിടെയാണ് ഇവർ മാറിയത്? നോക്കൂ, ഒരു മത പ്രബോധനം പോലെ അസിത ഇങ്ങനെ വാഗ്ധോരണി ആയി ഇങ്ങനെ ഒഴുകി വരുന്നുണ്ട്. ഇത് മതപ്രബോധനമൊന്നുമല്ല കേട്ടോ, അവർ പറഞ്ഞതാണ്. നോക്കൂ, അത് ഒന്നും രാഷ്ട്രീയമായി നമ്മളതിനെ അവലോകനം ചെയ്യുമ്പോൾ അത് പ്രസക്തിയില്ലാത്ത ഒരു കാര്യമാണെന്നാണ് ഞാൻ കണക്കാക്കുന്നത്. ഇവിടെ ബഹുമാന്യനായ KT കുഞ്ഞിക്കണ്ണൻ അദ്ദേഹം പറഞ്ഞു ജമാഅത്തെ ഒറ്റപ്പെടുത്തണം, അവസരവാദപരമായിട്ടുള്ള നിലപാട് സ്വീകരിക്കരുത്. അതുപോലെ ജയചന്ദ്രൻ സാർ പറഞ്ഞു ഇത് തെറ്റിദ്ധാരണാപരമാണ്, കോൺഗ്രസിന് എന്തിനാണ് വെപ്രാളം എന്നൊക്കെ രീതിയിൽ ബഹുമാന്യനായ ജയചന്ദ്രൻ സാറും സംസാരിച്ചു. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഈ രാഷ്ട്രീയ നിലപാടുകളിൽ ഒരു സ്ഥിരത വേണ്ടേ? ഈ ഓന്തിന് നിറം മാറുന്നത് പോലെ ഈ CPM അല്ലെങ്കിൽ ഇടതുപക്ഷം ഈ അടിക്കടി നിലപാട് മാറ്റുന്നത് എന്നെ അതിശയപ്പെടുത്തുന്നു. ഈ ജമാഅത്തെ ഇസ്ലാമി അവർ മതരാഷ്ട്രവാദം ഉന്നയിക്കുകയോ അല്ലെങ്കിൽ അവർ വർഗീയമായി ചിന്തിക്കുകയോ അല്ലെങ്കിൽ തീവ്രവാദ നിലപാടുകൾ സ്വീകരിക്കുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഇന്ന് തുടങ്ങിയതാണോ? 2019 ശേഷം തുടങ്ങിയതാണോ? എന്താണ് 96-ലും 2009-ലും 2011-ലും അവരുടെ പിന്തുണയോടുകൂടി വോട്ട് സമാഹരിക്കുകയും എത്രയോ സ്ഥാനമാനങ്ങൾ ലഭിക്കുകയും ചെയ്തിട്ടുണ്ട് CPM-ന്. നോക്കൂ, 96-ൽ CPM-ന്റെ മുഖപത്രമായ ദേശാമാനിയിൽ എഴുതിയ ലേഖനത്തിൽ എന്താണ് പറയുന്നത്? ജമാഅത്തെ ഇസ്ലാമി പിന്തുടരുന്നത് ജമാഅത്തെ ഇസ്ലാമിയുടെ പിന്തുണ CPM-ന് നല്ലതാണ്. ഇനി അതുമല്ല, അതും പോട്ടെ, ഈ 2009-ലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ ഭാഗത്ത് ഏപ്രിൽ 14-ാം തീയതി CPM-ൻ്റെ അന്നത്തെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ആയിരുന്ന ഇന്നത്തെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ അദ്ദേഹം പറയുന്നത് എന്താണെന്ന് അറിയാമോ? ജമാഅത്തെ ഇസ്ലാമിയെക്കുറിച്ച്, ഇസ്ലാമിക രാഷ്ട്രീയത്തിൽ ശക്തമായ മതേതര നിലപാടുകൾ എടുക്കുന്ന പാർട്ടിയാണ് ജമാഅത്തെ ഇസ്ലാമി, അവരുടെ പിന്തുണ ഞങ്ങൾ സ്വീകരിക്കും. ഇനി അതിനേക്കാൾ കടന്ന് മറ്റ് പാലൊളി മുഹമ്മദ് കുട്ടി അദ്ദേഹം പറഞ്ഞ എന്താണെന്നറിയാമോ? അവരുടെ വോട്ട് വേണ്ടെന്ന് പറയാനുള്ള വിഡ്ഢിത്തം ഞങ്ങൾക്കില്ല. അപ്പോൾ ഈ ജമാഅത്തെ ഇസ്ലാമി ഈ 2019-ൽ അവരൊരു നിലപാട് സ്വീകരിക്കുന്നു. എന്താണ്? ഈ ഇന്ത്യയിൽ BJP-യെയും RSS-നെയും സംഘപരിവാർ ശക്തികളെയും നേരിടുവാനുള്ള ഏറ്റവും വലിയ ശക്തിയുള്ളത് ഇൻ്റർനാഷണൽ കോൺഗ്രസിനാണ്. ആ ഇൻ്റർനാഷണൽ കോൺഗ്രസിൻ്റെ മതേതരത്വ നിലപാടിൽ ആകർഷകരായി ഞങ്ങൾ കുറച്ച് വോട്ട് അല്ലെങ്കിൽ അവർക്ക് അനുകൂലമായിട്ട് വോട്ട് നൽകും എന്ന് പറയുമ്പോൾ അത് CPM-ന് അതുവരെ കിട്ടിക്കൊണ്ടിരുന്ന വോട്ടിൽ ഒരു നഷ്ടം സംഭവിച്ചപ്പോൾ CPM പെട്ടെന്ന് രാഷ്ട്രീയമായിട്ട് ഒരു വലിയ ഒരു നിറമാറ്റം വരുത്തിയിരിക്കുന്നു. ഈ ജമാഅത്തെ ഇസ്ലാമിയെ അതിശക്തമായി വിമർശിക്കുന്നു. ഞാൻ അവരുടെ ഏതെങ്കിലും തരത്തിലുള്ള മതരാഷ്ട്രവാദത്തെയോ വർഗീയവാദത്തെയോ ഞാൻ പിന്തുണയ്ക്കുന്നു എന്നല്ല ഞാൻ പറയുന്നത്. രാഷ്ട്രീയമായിട്ട് കോൺഗ്രസിൻ്റെ നിലപാടിനോട് ചേർന്ന് നിൽക്കുന്ന, മതേതരത്വ നിലപാടിനോട് ചേർന്ന് നിൽക്കുന്ന കോൺഗ്രസ് എന്ന മഹാപ്രസ്ഥാനത്തിന്, കോൺഗ്രസ് നേതൃത്വം നൽകുന്ന UDF-ന്, ജനാധിപത്യ പ്രസ്ഥാനങ്ങൾക്ക് വോട്ട് നൽകുമ്പോൾ അത് ഞങ്ങൾ സ്വീകരിക്കില്ല എന്ന് ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടി പറയാറുണ്ടോ? ശരി, ഒരു മിനിറ്റ് ബി റജി, അവസാനം പറഞ്ഞ പോയിന്റിൽ എനിക്ക് വിയോജിപ്പുണ്ട്. ഞാൻ അതിലേക്ക് വരാം. അതിന് മുൻപ് ശ്രീ KT കുഞ്ഞിക്കണ്ണൻ ഇതൊരു പൊളിറ്റിക്കൽ ആരോപണം ഉന്നയിക്കുന്നു. 2019-ന് ശേഷം മാത്രം ജമാഅത്തെ ഇസ്ലാമി എങ്ങനെയാണ് വർഗീയ സംഘടനയാകുന്നത് CPIM-ന്? അല്ല, ജമാഅത്ത് ഇസ്ലാമിയെക്കുറിച്ച് റജിക്കറിയില്ലെങ്കിലും കേരളത്തിൻ്റെ രാഷ്ട്രീയ രംഗം നിരീക്ഷിച്ചിട്ടുള്ള എല്ലാവർക്കും അറിയാം. അവരൊരു കാലത്തും CPM-ന് ഏകകണ്ഠമായ പിന്തുണ നൽകിയിട്ടില്ല. ജമാഅത്ത് ഇസ്ലാമി എപ്പോഴും എന്താണ്, അവർക്ക് അവരുടെ അവസരവാദപരമായ രാഷ്ട്രീയം പ്രാക്ടീസ് ചെയ്തതിൽ നല്ല നൈപുണ്യമുണ്ട്. അവരെപ്പോഴും എന്താ പറയുക, ഞങ്ങൾ വ്യക്തികളുടെ ധാർമ്മിക ശുദ്ധി അനുസരിച്ച് വോട്ട് ചെയ്യും. നമുക്കെല്ലാവർക്കും അറിയാം, ആണവ കരാർ ഏറ്റവും രൂക്ഷമായി ചർച്ച ചെയ്യപ്പെട്ട ആ ന്യൂക്ലിയർ കരാറിനെതിരായിട്ട് ശക്തമായ ക്യാമ്പയിൻ നടത്തിയ ആൾക്കാരാണ് സോളിഡാരിറ്റിക്കാരും ജമാഅത്ത് ഇസ്ലാമിക്കാരും. ആ തെരഞ്ഞെടുപ്പിൽ കേരളത്തിലെ ചാനലുകളെല്ലാം വന്ന് ആണവ കരാറിനെ അതിശക്തമായി, UP-യുടെ നയത്തെ അതിശക്തമായി ന്യായീകരിച്ച MI ഷാനവാസ് ഉൾപ്പെടെയുള്ള കോൺഗ്രസ് നേതാക്കൾക്ക് പരസ്യമായി തെരഞ്ഞെടുപ്പിൽ വോട്ട് പിടിക്കാൻ ഇറങ്ങിയ ആൾക്കാരാണ്. കോൺഗ്രസുമായിട്ടുള്ള അവരുടെ രാഷ്ട്രീയ ബന്ധം കേരളത്തിൽ പരസ്യമായി ആരംഭിക്കുന്നത് 2009-ലാണ്. ആണവ കരാർ വിവാദം, അമേരിക്കക്ക് ഇന്ത്യയെ അടിയറ വെക്കുന്ന 1, 2, 3 കരാർ. ആ കരാർ ഈ രാജ്യം ഏറ്റവും ദേശാഭിമാന ബോധത്തോടുകൂടി ചർച്ച ചെയ്യുകയും അത് നിരാകരിക്കേണ്ടതാണെന്നുള്ള പൊതുബോധം സൃഷ്ടിക്കാൻ ശ്രമിക്കുകയും ചെയ്തപ്പോൾ ഇവിടെ RSS-ന്റെ നിലപാടിൽ നിന്നുകൊണ്ട് കോൺഗ്രസിനെ സപ്പോർട്ട് ചെയ്യുകയാണ് ജമാഅത്ത് ഇസ്ലാമി ചെയ്ത്. ആണവ കരാറിൻ്റെ പ്രചാരകർക്ക് വോട്ട് ചെയ്യാൻ പ്രത്യേക നിർദ്ദേശം കൊടുക്കുക മാത്രമല്ല, അന്നത്തെ വയനാട് നിയോജക മണ്ഡലത്തിൽ പരസ്യമായി അവർ ഇറങ്ങി ഈ
ഷാനവാസ് ഉൾപ്പെടെയുള്ള നേതാക്കളെ വിജയിപ്പിക്കാൻ തെരഞ്ഞെടുപ്പ് പ്രവർത്തനം നടത്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ നിലപാടുകളിൽ ഒരിക്കലും ഒരു സ്ഥിരതയോ നിശ്ചയവുമല്ല. അത് ആദർശാത്മകമല്ല. അത് അവരെപ്പോഴും വ്യക്തികളുടെ ശുദ്ധി ആദർശം എന്ന് പറഞ്ഞ് അങ്ങേയറ്റ അവസരവാദപരവും തങ്ങളുടെ അതിനെ ദേശാഭിമാനി CPM-ന്റെ മുഖപത്രമാണല്ലോ ദേശാഭിമാനിയും പിണറായി വിജയനും അതിനെ സ്വാഗതം ചെയ്തിട്ടുണ്ടെന്നാണ് റജി പറയുന്നത്. അല്ല, അത് അന്നത്തെ രാഷ്ട്രീയ സന്ദർഭത്തിൽ ഇറാഖ് യുദ്ധത്തിൻ്റെ ഒക്കെ ചരിത്ര പശ്ചാത്തലത്തിൽ ആകെ ജനങ്ങളാകെ ഈ രാജ്യത്ത് സാമ്പ്രായത്വത്തിനും സാമ്പ്രായത്വ നയങ്ങളെ പിന്തുണക്കുന്ന അന്നത്തെ കോൺഗ്രസിൻ്റെ നയങ്ങൾക്കൊക്കെതിരായിട്ട് നിലപാട് സ്വീകരിച്ച ഒരു സന്ദർഭത്തിൽ ജമാഅത്ത് ഇസ്ലാമി, എനിക്കറിയാം പിണറായി വിജയൻ കോഴിക്കോട്ടൊരു സെമിനാർ നടത്തിയ പ്രസംഗമാണ് അദ്ദേഹം ഉദ്ധരിക്കുന്നത്. ആ പ്രസംഗത്തിൽ അദ്ദേഹം എന്താണ് ജമാഅത്ത് ഇസ്ലാമി എടുക്കുന്ന ഒരു നിലപാടിനെ സംബന്ധിച്ച് സൂചിപ്പിച്ച് സംസാരിച്ചു. പക്ഷേ 90കളിൽ നിന്ന് അദ്ദേഹം 2019 പറയേണ്ടത്, 90കളിൽ നിന്ന് ഇന്ത്യൻ രാഷ്ട്രീയവും ലോകരാഷ്ട്രീയവും വലിയ മാറ്റങ്ങൾക്ക് വിധേയമായിട്ടുണ്ട്. ആ പരിണാമഗതിയിൽ വളരെ വിപുലമായ രീതിയിൽ തീവ്ര വലതുപക്ഷത്തെ, അത് ഹിന്ദുവിൻ്റെ പേരിലായാലും ആംഗ്ലോ സാക്സൺ ക്രൈസ്തവ പ്രൊട്ടസ്റ്റന്റ് ഇവാഞ്ചലിസത്തിൻ്റെ പേരിലായാലും ഇവിടെ ജമാഅത്ത് ഇസ്ലാമിയെ പോലുള്ള രാഷ്ട്രീയ ഇസ്ലാമിസത്തിൻ്റെ പേരിലായാലും ലോകത്തെല്ലായിടത്തും തീവ്ര വലതുപക്ഷത്തെ അതിവേഗതയിൽ സപ്പോർട്ട് ചെയ്യുകയാണ്, വളർത്തിയെടുക്കുകയാണ് സാമ്പ്രായത്വം. അതിൻ്റെ അനിവാര്യമായ ദുരന്തമാണ് നമ്മൾ ഗാസയിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. മനുഷ്യരെ കൂട്ടത്തോടെ കൊല ചെയ്യുന്ന സയനിസത്തെ സാർവദേശീയ തലത്തിൽ പ്രോത്സാഹിപ്പിക്കുകയാണ് അമേരിക്ക ഈ സാമ്പ്രായത്വ ശക്തികളും. അപ്പം ഇത്തരത്തിലുള്ള എല്ലാ വലതുപക്ഷ തീവ്ര പ്രസ്ഥാനങ്ങളെയും പ്രോത്സാഹിപ്പിക്കുന്ന ഒരു ലോക സാഹചര്യത്തിൽ നിന്നുകൂടി പൊളിറ്റിക്കൽ ഇസ്ലാമിസം കേരള രാഷ്ട്രീയത്തിൽ ചെലുത്തുന്ന സ്വാധീനത്തെ കാണണം. അത് ഹിന്ദുത്വത്തെ പ്രതിരോധിക്കാനുള്ള നമ്മുടെ ഒരു കോമൺ അജണ്ടയാണ് റജി, ഹിന്ദുത്വത്തെ പ്രചോദിക്കുക എന്നുള്ളത്. ആ കോമൺ അജണ്ടയെ തുരങ്കം വെക്കുന്ന നിലപാടാണ് നിങ്ങൾ ജമാഅത്ത് ഇസ്ലാമിയുമായി കേരളത്തിലെ ഇടതുപക്ഷത്തെ അങ്ങ് തകർത്ത് കളയാൻ വേണ്ടി ഉണ്ടാക്കുന്ന ഈ രാഷ്ട്രീയ ബാന്ധവം എന്ന വിമർശനമാണ് ഇടതുപക്ഷം CPM നിങ്ങളുടെ മുമ്പിൽ വെക്കുന്നത്. എന്താ സംഭവിക്കുന്നത്? മൗദൂദിയുടെ ജീവിത ചിന്ത, അത് ഇന്ത്യയുടെ അതിന്റെ ഭാവി എന്താണ് എന്ന കാര്യം കേരളം പോലൊരു സമൂഹത്തിൽ ചർച്ച ചെയ്യുകയാണ്. മൗദൂദിയൻ ആശയങ്ങളുടെ ഭാവി എന്താണ് എന്നത് ആ സംഘടന ജമാഅത്തെ ഇസ്ലാമി വളരെ സജീവമായി ചർച്ചാ മണ്ഡലത്തിൽ പൊതുമണ്ഡലത്തിൽ നിർത്തുന്നത് അതിനൊരു പശ്ചാത്തലം കൂടിയുണ്ട്. VD സതീശൻ അടക്കമുള്ള ആളുകൾ അവർ മതനിരപേക്ഷ ചേരിയിലേക്ക് മാറി എന്ന് പറയുന്നതാണ് അതിന്റെ പശ്ചാത്തലം. ഞങ്ങൾ അങ്ങനെ മാറിയിട്ടില്ല, എന്താണോ ആദ്യം പറഞ്ഞത് അവിടെ തന്നെ നിൽക്കുകയാണ് ഞങ്ങൾ എന്ന് അവർ പോലും ആവർത്തിക്കുകയാണ്. ശ്രീ ബി റജി, എങ്ങനെയാണ് അവരെ ഒപ്പം കൂട്ടാൻ സാധിക്കുന്നത്? സാധാരണ നിലയിൽ ഇപ്പോൾ ജമാഅത്ത് ഇസ്ലാമി വന്ന് പറയുകയാണ് ഞങ്ങളിതാ മുൻപ് ഞങ്ങൾക്കുണ്ടായിരുന്ന എല്ലാ മത തീവ്രവാദ നിലപാടിൽ നിന്നും ഞങ്ങൾ പിന്നോട്ട് പോയി, ഇനി ആ നിലയിൽ മതരാഷ്ട്രവാദം വേണം എന്ന് ഞങ്ങൾ പറയില്ല. ഇതിനൊക്കെ ശേഷമാണ് ശരി ആ നിലയിൽ BJP-ക്കെതിരെയുള്ള പോരാട്ടം, താങ്കൾ പറഞ്ഞതാണത്, അങ്ങനെ ഒരുമിച്ച് നിർത്താമെന്നൊക്കെ തോന്നുകയാണെങ്കിൽ തന്നെ തോന്നാനൊരു സാധ്യത അതൊന്നും ഇല്ലാത്ത ഘട്ടത്തിൽ തന്നെ VD സതീശൻ പറഞ്ഞു കഴിഞ്ഞല്ലോ അവർ ഇതൊക്കെ ഉപേക്ഷിച്ചു എന്ന്. അവിടെയാണ് പ്രശ്നം. നോക്കൂ, കഴിഞ്ഞ ദിവസം ഇപ്പം അസിത ചോദിച്ച ചോദ്യത്തിന് ഞാൻ പറയട്ടെ. ഈ കഴിഞ്ഞ ദിവസം SYM-ന്റെ മീറ്റിംഗ് അവിടെ നടന്നുവെന്നും അവർ മൗദൂദിയുടെ ആശയങ്ങൾ നടപ്പാക്കാൻ വേണ്ടിയുള്ള സെമിനാർ സംഘടിപ്പിക്കുന്നു എന്നൊക്കെ പറയുന്നുണ്ടല്ലോ. അത് സംബന്ധിച്ച് എന്തെങ്കിലും വിവരം അങ്ങേക്ക് ലഭിച്ചു? അല്ല, അതെന്താണെന്ന് കൂടി ഞാൻ പറഞ്ഞു തരാം ശ്രീ ബി റജി. ഇപ്പോൾ താങ്കൾ അത് ചോദിക്കുന്നത് കേൾക്കുമ്പോൾ വളരെ നിഷ്കളങ്കമായി തോന്നും. ഇങ്ങനെ ഒരു പരിപാടിയുടെ പോസ്റ്റർ അത് വ്യാപകമായി അവർ അടിച്ചിറക്കി, മാധ്യമങ്ങളൊക്കെ അത് വാർത്തയാക്കി. ആ ഘട്ടം വരെ അതിലേക്ക് എല്ലാവർക്കും പ്രവേശനം ഉണ്ടായിരുന്നു, മാധ്യമങ്ങൾക്കടക്കം. പക്ഷേ പിന്നീട് ഇതാ കോൺഗ്രസ് നിലപാടിൽ നിന്നും വിരുദ്ധമായി, VD സതീശൻ പറഞ്ഞതിൽ നിന്നും വിരുദ്ധമായി അവർ തന്നെ പ്രവർത്തിക്കുന്നു എന്നുള്ള വാർത്തകൾ പ്രചരിച്ച ഘട്ടത്തിൽ ഒരു മാധ്യമങ്ങൾക്കും ആ റൂമിലേക്ക്, ആ ചർച്ചാവേദിയിലേക്ക് പ്രവേശനമില്ല എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് അടച്ചിട്ടൊരു വേദിയിൽ അവർ ആ പരിപാടി നടത്തി. എങ്ങനെയാണ് പിന്നീട് ആ പരിപാടിയുടെ വിശദാംശങ്ങൾ പൊതുമധ്യത്തിലേക്ക് എത്തിക്കുക ശ്രീ ബി റജി? അപ്പോൾ ജനാധിപത്യ സമൂഹത്തോട് സംവദിക്കാൻ പറ്റുന്ന കാര്യങ്ങളായിരുന്നു അവർ അവിടെ പറഞ്ഞതെങ്കിൽ അത് ഉറപ്പായും ഓപ്പൺ കോൺവെർസേഷൻ ആകുമായിരുന്നല്ലോ. അതല്ലാത്തത് എന്തുകൊണ്ടാണ്? അതൊക്കെ ഓരോ രാഷ്ട്രീയ പാർട്ടികളുടെയും അല്ലെങ്കിൽ പൊളിറ്റിക്കൽ എന്തെങ്കിലും സംഘടനകളുടെയൊക്കെ ആഭ്യന്തര കാര്യമാണ്. നമ്മൾ അതിൻ്റെ പൊതുരംഗത്ത് വരുന്ന വിഷയങ്ങളിലാണ് നമ്മൾ പ്രതികരിക്കേണ്ടത്. ഇവിടെ 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിലോ അല്ലെങ്കിൽ അതിനുശേഷവും ഉണ്ടായ രാഷ്ട്രീയ കാലാവസ്ഥ വലിയതായി ഇന്ത്യയിൽ മാറിക്കഴിഞ്ഞു. ഇവിടെ ദേശീയ തലത്തിൽ ഭാരത് ജോഡോ യാത്ര നടത്തുകയും രാഹുൽ ഗാന്ധി മുന്നണിയിൽ നിന്നുകൊണ്ട് സംഘപരിവാർ ശക്തികൾക്കെതിരെ അതിശക്തമായ പോരാട്ടം നടത്തുമ്പോൾ ദേശീയ തലത്തിൽ BJP-യെ പിടിച്ചു നിർത്തണമെങ്കിൽ കോൺഗ്രസ്
കോൺഗ്രസിനെ മുന്നിൽ നിർത്തിക്കൊണ്ട് പ്രവർത്തിച്ചാൽ മാത്രമേ സാധിക്കൂ എന്ന് ഇന്ത്യയിലെ ജനാധിപത്യ വിശ്വാസികളായ ജനസമൂഹം ചിന്തിച്ചു. അല്ല അത് ശരി, അതിൽ CPM ഉൾപ്പെടെയുള്ള കക്ഷികളും അതിന് നിങ്ങളോടൊപ്പം നിൽക്കുന്നുണ്ടല്ലോ, ഒരുമിച്ച് നിൽക്കുകയാണ്. അപ്പോൾ ആ സാഹചര്യത്തിലാണ് ഒരുപക്ഷെ UDF മുന്നണിയിലേക്ക് തന്നെ വരും എന്ന് കരുതുന്ന ഒരു കക്ഷി ജമാഅത്ത് ഇസ്ലാമി, അവരുടെ പൊളിറ്റിക്കൽ സംഘടന വെൽഫെയർ പാർട്ടി, അവരുടെ യുവജന സംഘടന സോളിഡാരിറ്റി, ഇവർ ഇതാ മൗദൂദിയൻ ആശയങ്ങളുടെ വർത്തമാന ഭാവി കാലത്തിലെ പ്രസക്തി ചർച്ച ചെയ്യുന്നത്. അതെന്തുകൊണ്ടാണ്? അതെന്താണ്? താങ്കൾക്ക് എന്താണ് തോന്നുന്നത്? എന്താണ് മൗദൂദിയൻ ആശയങ്ങളുടെ ഭാവി? നോക്കൂ, അവരെ UDF രാഷ്ട്രീയത്തിലേക്ക് സ്വീകരിക്കുന്നത് സംബന്ധിച്ച് ഏതെങ്കിലും തരത്തിലുള്ള ചർച്ചകൾ ഏതെങ്കിലും ഘട്ടത്തിൽ നടന്നിട്ടുണ്ടോ? മുസ്ലിം ലീഗ് പോലും അവരെ തള്ളി പറഞ്ഞിട്ടുണ്ട്. അവരുടെ രാഷ്ട്രീയ, അവരുടെ മതപരമായിട്ടുള്ള ചിന്താഗതി എന്തും ആയിക്കോട്ടെ, അത് നമ്മുടെ വിഷയമല്ല. പക്ഷേ രാഷ്ട്രീയമായി കോൺഗ്രസിന്റെ മതേതര മൂല്യങ്ങൾ, കോൺഗ്രസ് ഉയർത്തിപ്പിടിക്കുന്ന മതേതര രാഷ്ട്രീയത്തിൽ വിശ്വസിക്കുന്ന ആർക്കും കോൺഗ്രസിന്റെ ആ രീതിയിൽ കോൺഗ്രസിനെ ശക്തിപ്പെടുത്തുവാനുള്ള ശ്രമത്തിന്റെ ഭാഗമാകാം. അതിലേതെങ്കിലും വർഗീയത, ഞാൻ ആദ്യമേ പറഞ്ഞല്ലോ. ഞാനൊരു ഡയറക്റ്റ് ചോദ്യം ചോദിച്ചോട്ടെ, ജമാഅത്ത് ഇസ്ലാമി ഒരു വർഗീയ സംഘടനയാണെന്ന അഭിപ്രായം താങ്കൾക്കുണ്ടോ? മൗദൂദിയൻ ആശയങ്ങൾ പിൻപറ്റിയാണ് അത് പ്രവർത്തിക്കുന്നത് ഇപ്പോഴും, ഈ നിമിഷവും. അത് മതരാഷ്ട്രവാദമാണ്. അപ്പോൾ അത് മുന്നോട്ട് വെക്കുന്ന ജമാഅത്ത് ഇസ്ലാമിക്ക് എങ്ങനെയാണ് അത് അങ്ങനെ അല്ലാതാകാൻ സാധിക്കുക? ബി റജി, ജമാഅത്തെ ഇസ്ലാമിയെ നിങ്ങൾ അല്ലെങ്കിൽ CPM കൂടെ കൂട്ടുമ്പോൾ അവർ ഞാനത് ശ്രീ KT കുഞ്ഞുകുട്ടനോട് ചോദിച്ചു കഴിഞ്ഞല്ലോ. അത് കോൺഗ്രസിന്റെ വിഷയമല്ലല്ലോ ശ്രീ റജി, അത് പറയൂ, കോൺഗ്രസിന്റെ വിഷയത്തെ കുറിച്ച് പറയൂ. എങ്ങനെ ജമാഅത്ത് ഇസ്ലാമിയെ ഒപ്പം കൂട്ടാൻ കഴിയും? രാഷ്ട്രീയമായി നമ്മൾ വിലയിരുത്തുമ്പോൾ നമ്മൾ പൊളിറ്റിക്കൽ രീതിയിൽ അവരുടെ പൊളിറ്റിക്കൽ ഓർഗനൈസേഷനെയാണ് നമ്മൾ വിലയിരുത്തേണ്ടത്. ഇപ്പോൾ ജമാഅത്തെ ഇസ്ലാമി പല രാജ്യങ്ങളിലുണ്ട്. അവരുടെ നിലപാടുകൾ മുൻകാലങ്ങളിൽ, അതായത് അതിൻ്റെ മൗദൂദി എന്ന് പറയുന്ന അദ്ദേഹം 1903 ജനിച്ച് 79 അദ്ദേഹം മരണപ്പെട്ടു. അദ്ദേഹം അവിഭക്ത ഇന്ത്യയുടെ ഭാഗമായിരുന്നു. ഇന്ത്യയിലാണ് ജനിച്ചത്. അദ്ദേഹം പാകിസ്ഥാനിലേക്ക് പോയി. അവരുടെ മതപരമായ ചിന്താഗതികളിലേക്ക് ഞാൻ ഏതെങ്കിലും തരത്തിലുള്ള അഭിപ്രായം പറയുന്നത് ഉചിതമായിരിക്കില്ല. പക്ഷേ വെൽഫെയർ പാർട്ടി എന്ന രാഷ്ട്രീയ പ്രസ്ഥാനം ഇന്ത്യയുടെ ജനാധിപത്യ പ്രക്രിയയുടെ ഭാഗമായി നിന്നുകൊണ്ട് ഇന്ത്യ മുന്നണിയെ ശക്തിപ്പെടുത്തുകയോ അല്ലെങ്കിൽ ജനാധിപത്യ ചേരിക്ക് ഊർജം പകരുന്ന തലത്തിൽ പ്രവർത്തിക്കുകയോ ചെയ്യുമ്പോൾ നിങ്ങളുടെ വോട്ട് ഞങ്ങൾക്ക് വേണ്ട. മതരാഷ്ട്രവാദം പറയുന്ന ഒരു കക്ഷിക്ക് ഇപ്പോൾ താങ്കൾ പറയുന്നത് പോലെ വെൽഫെയറും ജമാഅത്തും രണ്ടാണെന്നൊക്കെ എങ്ങനെ പറഞ്ഞു പോകാൻ സാധിക്കും? BJPയും RSSും രണ്ടാണോ? RSSന്റെ ആ ആശയങ്ങൾ അത്ര തീവ്രതയോടെ പറയാൻ സാധിക്കാതെ വരുമ്പോൾ അവർ ഒരു രാഷ്ട്രീയ പാർട്ടി ഉണ്ടാക്കുന്നു. BJP എന്താണ് വ്യത്യാസം? ജമാഅത്ത് ഇസ്ലാമി ഇതാ വെൽഫെയർ ഉണ്ടാക്കുന്നു. അടിസ്ഥാനം ഒന്നാണ് ശ്രീ ബി റജി. അതാണ് ഞാൻ തുടക്കത്തിൽ പറഞ്ഞത്. ഗോൾവാൾക്കറും മൗദൂദിയും പറഞ്ഞത് ഒന്നാണ്. പക്ഷേ RSS ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമല്ല. ഇന്ത്യയിൽ രജിസ്റ്റർ ചെയ്യപ്പെട്ടിട്ടുള്ള ഒരു രാഷ്ട്രീയ പാർട്ടിയും ഇന്ന് കേന്ദ്രത്തിന്റെ ഭരണം കൈയാളുകയും ചെയ്യുന്ന പാർട്ടിയാണ്. നോക്കൂ, ഞാൻ ഒരു കാര്യം, ഒറ്റ കാര്യം, നമ്മുടെ ജനാധിപത്യ രാജ്യത്തെ രാഷ്ട്രീയ പാർട്ടികൾക്ക് വലിയൊരു പങ്ക് വഹിക്കാനുണ്ട്. ജനങ്ങളുടെ വൈകാരികമായ അല്ലെങ്കിൽ അവരുടെ ആവശ്യങ്ങളെ ക്രോഡീകരിച്ചുകൊണ്ട് സമീകരിച്ചുകൊണ്ട് അവരെ ചാനലൈസ് ചെയ്തുകൊണ്ട് അത് പ്രവൃത്തിപഥത്തിൽ എത്തിക്കുകയും നിയമപരമായി അതിനെ നടപ്പിലാക്കുകയും ചെയ്യുന്നതിന് ഇന്ത്യയിൽ പൊളിറ്റിക്കൽ പാർട്ടി ഉണ്ടെങ്കിലേ പറ്റൂ. കാരണം 140 കോടിയിലധികം ജനങ്ങളുള്ള ഒരു മഹാരാജ്യത്ത് ശ്രീ M. ജയചന്ദ്രൻ, ഈ ജമാഅത്ത് ഇസ്ലാമും വെൽഫെയറും രണ്ടാണ്, വെൽഫെയറിന്റെ പിന്തുണയാണ് എന്നുള്ള കോൺഗ്രസിന്റെ വാദം എത്രമാത്രം നിലനിൽക്കുന്നതാണ്? അത് നിലനിൽക്കുന്ന വാദമല്ല എന്നുള്ളത് അദ്ദേഹം തന്നെ സമ്മതിച്ചു കഴിഞ്ഞതാണ് അസുഖ. അതുകൊണ്ടാണല്ലോ പറഞ്ഞത്, ഇലക്ഷൻ കമ്മീഷന്റെ അംഗീകാരം കിട്ടിയ പാർട്ടിയല്ലേ വെൽഫെയർ പാർട്ടി എന്ന് ചോദിക്കുമ്പോൾ ജമാഅത്തെ ഇസ്ലാമിക്ക് അംഗീകാരം കിട്ടിയോന്നല്ല റജി ചോദിക്കുന്നത്, വെൽഫെയർ പാർട്ടിക്ക് അംഗീകാരം കിട്ടിയെന്നാണ്. അതിന് അദ്ദേഹം ഒരുപാട് കമ്മ്യൂണിസ്റ്റ് പാർട്ടികളെ അടക്കം ഒരുപാട് പഴി ചാർത്തുന്നുമുണ്ട് നിലപാടുകളുടെ പേരിൽ. റജി, ഞാൻ ഒരു കാര്യം താങ്കളോട് സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾക്ക് അത് രണ്ടാവുന്ന 64-ലാണല്ലോ. അതിന് മുൻപ് 1948 അന്നത്തെ കേന്ദ്ര സർക്കാർ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ നിരോധിക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. റജി, താങ്കൾ ചരിത്രം പഠിക്കാതിരിക്കില്ലല്ലോ. മറ്റൊന്നും കൊണ്ടല്ല, സായുധ വിപ്ലവത്തിന് ആഹ്വാനം ചെയ്യുന്ന പാർട്ടി പരിപാടിയും നയവുമാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾക്ക് ഇന്ത്യയിലുള്ളത്. ഇതായിരുന്നു അന്നത്തെ കേന്ദ്ര സർക്കാരിൻ്റെ, അവരുടെ ആഭ്യന്തര മന്ത്രാലയത്തിന്റെ കണ്ടെത്തൽ. എന്നിട്ട് ഈ ഒരു നടപടിയും നിലപാടും വെച്ചുകൊണ്ട് ചെയ്തതെന്താണെന്ന് അറിയുമോ? കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ ഇന്ത്യയിൽ ഉടനീളം ത്രൂ ഔട്ട് ഇന്ത്യ നിരോധിച്ചു. 48 മുതൽ 51 വരെ. നമ്മുടെ കേരളത്തിലും അതിൻ്റെ കൊടിയ പീഡനങ്ങൾ ആന്ധ്രയിലുണ്ടായി, തെലങ്കാനയിലുണ്ടായി,
തേഭാഗയിലുണ്ടായി, ആ നിരവധി പ്രദേശങ്ങളുണ്ടായി റജി. പിന്നെ പിന്നീട് എന്താണ് പാർട്ടി ചെയ്തത്? നിങ്ങൾ പരിശോധിച്ചു നോക്കൂ. പാർട്ടി ഭയന്നിട്ടല്ല, പക്ഷേ നിലപാടുകൾ പുനഃപരിശോധിച്ചു കമ്മ്യൂണിസ്റ്റ് പാർട്ടി. എന്താണ് എടുത്ത നിലപാട്? എന്താണ്? സായുധ വിപ്ലവം ഇന്ത്യൻ സാഹചര്യത്തിൽ അനുയോജ്യമല്ല എന്ന് കാണുകയുണ്ടായി. അത് പാർട്ടി പരിപാടിയിൽ നിന്ന് എടുത്ത് മാറ്റുന്ന സ്ഥിതി ഉണ്ടായി ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക്. പിന്നീട് അത് മാറ്റി. അതുണ്ട്. ആ ചരിത്രമുള്ള പാർട്ടിയാണ് ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി. രണ്ടാവുന്നത് 64, അത് വേറെ കാര്യം. പക്ഷേ നമുക്കൊരു വ്യതിയാനം ഉണ്ടായാൽ, നയപരമായൊരു തിരുത്തൽ ആവശ്യമുണ്ട് എന്ന് തോന്നിയാൽ അത് തുറന്നു പറയുകയും മടിയില്ലാതെ ചെയ്യുകയും ചെയ്യുന്നതിന് ഒരു പിന്നെ ബുദ്ധിമുട്ടും പ്രതിബന്ധവും കാണിക്കാത്ത പാർട്ടിയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ. ഒന്ന് അത് ഞാൻ പക്ഷേ കോൺഗ്രസിനെ സംബന്ധിച്ച് വിമർശിക്കുമ്പോൾ ചോദിക്കുന്ന ഒരു കാര്യമുണ്ട് റജി. നിങ്ങൾക്ക്, നിങ്ങളുടെ പാർട്ടിക്ക്, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് ഒരു പ്രത്യയശാസ്ത്രം, ഇന്നതാണ് ഞങ്ങളുടെ പ്രത്യയശാസ്ത്രം എന്ന് പറയാൻ, ശരിക്കും പറഞ്ഞാൽ ഞങ്ങളുടെ പൊളിറ്റിക്കൽ ഐഡിയോളജി ഇതാണ് എന്ന് പറയാൻ ബി റജിക്ക് എന്തുണ്ട്? ഞാൻ ഇത് ഏറ്റവും ഒടുവിൽ ശക്തമായ ഒരു ചാനത്തെ ഉന്നയിച്ചത് കർണാടകയിലെ ഇലക്ഷൻ റിസൾട്ട് വന്നതിന് ശേഷമാണ്. ഇപ്പോഴത്തെ ഗവൺമെന്റ് അധികാരത്തിൽ വന്നതിന് ശേഷം മറ്റൊരു ചാനലിൽ ഒരു ചർച്ചയിൽ ഞാൻ സജീവമായി ഉയർത്തിയ പ്രശ്നം ഇതാണ്. നിങ്ങൾ കർണാടകയിൽ അടക്കം ജയിക്കുന്നത് നിങ്ങളുടെ പിന്നെ പൊളിറ്റിക്കൽ ഓണസ്റ്റി കൊണ്ടാണ്, അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു പൊളിറ്റിക്കൽ സ്ലോഗൻ കൊണ്ടാണ്? അല്ല, അതാണ് വ്യത്യാസം. ഇവിടെയും ഇപ്പോ നിങ്ങൾ കേട്ട് ചോദിച്ചല്ലോ, അസുഖയും ചോദിച്ചല്ലോ, ഞാനും ചോദിച്ചല്ലോ, എന്താണ് നിങ്ങൾക്ക് ജമാഅത്തെ ഇസ്ലാമിയെ സംബന്ധിച്ചുള്ള കാഴ്ചപ്പാട്? പറയാൻ കഴിയില്ല. നിങ്ങൾക്ക് ഒറ്റ കാഴ്ചപ്പാടേ ഉള്ളൂ റജി. UDFന്, കോൺഗ്രസിന് പരമാവധി വോട്ട് സമാഹരണം നടത്തണം. അതിനുള്ള മാർഗമാണ് ഈ ജമാഅത്തെ ഇസ്ലാമിയുമായിട്ടുള്ള അവിഹിത ബന്ധം. ഇതിന് അവിഹിത ബന്ധം എന്നേ പറയാൻ കഴിയൂ കേട്ടോ. ഇത് വിഹിതമായ വഴിയിലുള്ള ബന്ധമല്ല അത്. അതുകൊണ്ടാണ് ഞാൻ അവരുടെ എന്താണ് അവരുടെ ആശയത്തിൽ നിന്ന് എവിടെയാണ് അവർ വ്യതിചലിച്ചത് എന്നുള്ള കാര്യം അടക്കം ഞാൻ ചർച്ചയുടെ കഴിഞ്ഞ ഭാഗത്ത് വ്യക്തമായി സൂചിപ്പിച്ചത്. ഇപ്പോഴും അതിൽ തന്നെയാണ് നിങ്ങൾ നിൽക്കുന്നത്. നിങ്ങൾ അത്തരത്തിലുള്ള ഇല്ലിസിറ്റ് റിലേഷൻസിലാണ് താല്പര്യപ്പെടുന്നത്. ആ അവിഹിത ബന്ധത്തിലാണ് നിങ്ങൾക്ക് താല്പര്യം. അതിന് മറപിടിക്കാനാണ് നിങ്ങൾ നിങ്ങളുടെ മുദ്രാവാക്യങ്ങൾ മാറ്റിയിരിക്കുന്നു എന്ന ശുദ്ധ നുണ നിങ്ങളുടെ നേതാക്കൾ തന്നെ തട്ടിവിടുന്നത്. പക്ഷേ അടൂർ പ്രകാശ് ഭാഗ്യവശാൽ അങ്ങനെ തട്ടിവിട്ടിട്ടില്ല. സതീശൻ പറഞ്ഞതുപോലെ, നിലമ്പൂർ ബൈ ഇലക്ഷന് ശേഷം ആ ഘട്ടത്തിൽ പറഞ്ഞതുപോലെ അങ്ങനെ തട്ടിവിട്ടിട്ടില്ല. ഇത് കേരളത്തിൽ നടക്കില്ലാന്നേ. കേരളത്തിലെ മുസ്ലിം സമൂഹത്തിന്റെ ജനാധിപത്യ ബോധം നമ്മൾ ആകെ കാണുന്നത് എപ്പോഴാണ്? എപ്പോഴാണെന്നറിയാം മുറുജി? ബാബറി മസ്ജിദ് തകർത്തയ്ക്ക് ശേഷം ഒരു കലാപവും ഉണ്ടാവാതെ ആ മതേതരമായ നിലപാടിൽ നിന്നുകൊണ്ട് കേരളത്തിലെ മതേതര മൂല്യങ്ങൾ കാത്തു സംരക്ഷിച്ച ഒരു മുസ്ലിം ജനതയുണ്ട് കേരളത്തിൽ. അത് വലിയൊരു കാഴ്ചയായിരുന്നു മറ്റ് ഇതര മത സമുദായ വിഭാഗങ്ങൾക്ക് നൽകിയത്. അത് ഇതുവരെ ഇഴമുറിയാതെ, ആ കണ്ണി മുറിയാതെ ഒരൊറ്റ ധാരയായിട്ട് തന്നെയാണ് മതനിരപേക്ഷമായ ആ ചലനങ്ങളെല്ലാം കേരളത്തിൽ നടന്നു വരുന്നത്. അതിന് ഇത്തരത്തിൽ മൗദൂദിയൻ ആശയങ്ങൾ കൂട്ടിച്ചേർത്ത് വെച്ചുകൊണ്ട് എന്തെങ്കിലും കിട്ടുന്നെങ്കിൽ, നേട്ടങ്ങൾ കിട്ടുന്നെങ്കിൽ ആ നേട്ടങ്ങൾ പോരട്ടെ എന്നുള്ള സതീശൻ ഐഡിയാസിന്റെ പേരിൽ നടക്കില്ല. അതിവിടെ ചെലവാവില്ല എന്നുള്ളത് ഇവിടെ കേരളം തെളിയിച്ചിട്ടുള്ളതുകൊണ്ട് ഞാൻ തീർത്ത് പറയുന്നത്. അതാണ് 92 മുതൽ നമ്മൾ കണ്ടത്. അതുകൊണ്ട് തന്നെ അത് കേരളത്തിൽ ചെലവാവില്ല. കേരളത്തിൽ നിങ്ങൾ മതനിരപേക്ഷതയെ ബലി കഴിക്കാൻ എത്ര കണ്ട് തീരുമാനിക്കുന്നു അത്ര കണ്ട് അതിരൂക്ഷമായ തിരിച്ചടി കോൺഗ്രസിനും UDFനും നേരിടുന്ന ഒരു കാര്യത്തിൽ ഒരു സംശയമില്ല. ഈ ചർച്ചയിലും ഞാൻ പറയുകയാണ്. ശരി, ഞാൻ വരാം. ശ്രീ KT കുഞ്ഞിക്കണ്ണൻ, ഇവിടെ ജമാഅത്തിന്റെ പിന്തുണ സ്വീകരിക്കുക മാത്രമല്ല, ജമാഅത്തെ ഇസ്ലാമിയെക്കാളും ആവേശത്തിൽ അവർക്ക് ഈ നിലയിൽ മതരാഷ്ട്ര നിലപാടില്ല എന്ന് സ്ഥാപിച്ചെടുക്കാൻ കൂടി കോൺഗ്രസ് ശ്രമിക്കുന്നുണ്ട്. എന്തായിരിക്കാം ആ നീക്കത്തിന്റെ പിന്നിലുള്ള ലക്ഷ്യം? അല്ല, കോൺഗ്രസ് പാർട്ടി ഞാൻ ഈ ഖാലിസ്ഥാൻ തീവ്രവാദം ഉണ്ടാക്കിയ കോൺഗ്രസ് പാർട്ടിയുടെ പഞ്ചാബിലെയും ഇന്ത്യയിലെയും ശിഥിലീകരണത്തെക്കുറിച്ച് ഞാൻ സൂചിപ്പിച്ചല്ലോ. കോൺഗ്രസ് പാർട്ടി എന്തിനു വേണ്ടിയാണ് ഭിന്ദ്രൻവാലയെ പ്രോത്സാഹിപ്പിച്ചത്? സിഖ് മതവിശ്വാസികളായ മഹാഭൂരിപക്ഷം അണിനിരന്നിരിക്കുന്ന അകാലി പാർട്ടിയെ തകർക്കാൻ, അകാലിദളിനെ തകർക്കാനാണ്. ഈ കേരളത്തിൽ, മലബാറിൽ മുസ്ലിം സമുദായത്തിലെ വലിയൊരു പക്ഷം
ഇടതുപക്ഷവുമായിട്ട് ഒട്ടി നിൽക്കുന്നവരാണ്. ഇടതുപക്ഷം ചരിത്രപരമായി തന്നെ മലബാറിൽ മുസ്ലിം സമുദായത്തിൻ്റെ ഉന്നമനത്തിന് വേണ്ടി മഹത്തായ ഇടപെടൽ നടത്തിയ മദിരാശി കോൺഗ്രസ് സർക്കാർ ഉണ്ടായിട്ടും ഇവിടെ മുസ്ലിങ്ങൾക്ക് പള്ളി പണിയാനുള്ള അനുമതി ഉണ്ടായിരുന്നില്ല. അവർ പ്രത്യേകം അനുമതി എടുക്കേണ്ടിയിരുന്നു. ആ നിയമത്തിലെ വിവേചനം EMS ആണ് അതിശക്തമായി ഉന്നയിച്ച് EMSൻ്റെ പ്രഥമ കമ്മ്യൂണിസ്റ്റ് ഗവൺമെൻറ് വന്നതിന് ശേഷമാണ് പള്ളി പണിയാൻ മറ്റ് മതസ്ഥരെ പോലെ തന്നെ മുസ്ലിങ്ങൾക്കും പ്രത്യേക അനുമതി ആവശ്യമില്ല എന്ന അവസ്ഥ വന്നത്. മലബാർ പോലീസിൽ, സ്പെഷ്യൽ പോലീസിൽ, MSPയിൽ മുസ്ലിങ്ങൾക്ക് പ്രവേശനം ഉണ്ടായിരുന്നില്ല. ബ്രിട്ടീഷുകാർ പോയിട്ടും മദിരാശി കോൺഗ്രസ് ഗവൺമെൻറ് ആ നിയമം നിലനിർത്തിയിരുന്നത്. അത് മാറ്റിയതാരാണ്? EMSൻ്റെ സർക്കാരാണ്. ഇങ്ങനെ മലബാറിലെ മുസ്ലിങ്ങൾക്ക് വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കിയ 67 ഒരു പിന്നോക്ക പ്രദേശം എന്ന നിലക്ക് മലപ്പുറം ഒരു പ്രത്യേക ജില്ലയാക്കിയ അതിൻ്റെയൊക്കെ ഭാഗമായിട്ട് മലബാറിൽ പൊതുവേ ഇടതുപക്ഷ പ്രസ്ഥാനത്തോട് ഒട്ടി നിൽക്കുന്നവരാണ് മുസ്ലിങ്ങൾ. ഇടതുപക്ഷത്ത് നിന്ന് മുസ്ലിങ്ങളെ എങ്ങനെയെങ്കിലും മാറ്റിക്കൊണ്ടുപോകാനുള്ള ഒരു പുതിയ ഇസ്ലാമിന് പുതിയ അർത്ഥകൽപ്പന നൽകി ഒരു പുതിയ റിലീജിയസ് സെക്ട് ഉണ്ടാക്കാനുള്ള വളരെ അപകടകരമായ ശ്രമമാണ് മൗദൂദിയൻ ചിന്തകൾ, ഖുറദാവിയുടെ ചിന്തകൾ. അതിൻ്റെ ഭാവി എന്താണ് എന്ന ചർച്ച ജമാഅത്തെ ഇസ്ലാമിയുടെ യുവജന സംഘടന നടത്തുന്നത്. അത് അപകടകരമായ ഒരു പ്രവണതയാണ്. മാത്രമല്ല താരതമ്യേന ഒരു സെക്കുലർ സ്പേസിൽ ഇടപെട്ട് പ്രവർത്തിക്കുന്ന രാഷ്ട്രീയ പാർട്ടിയാണ് മുസ്ലിം ലീഗ്. വർഗീയമായ മുദ്രാവാക്യങ്ങളൊക്കെ ഉയർത്തുന്നുണ്ട്. മുസ്ലിം ലീഗിൻ്റെ കൂടി അന്തകനായിട്ടാണ് മൗദൂദിയെ എഴുന്നള്ളിക്കുന്നത് എന്ന് റജിയെ പോലുള്ള കോൺഗ്രസ്സുകാരായ മതനിരപേക്ഷവാദികൾ മനസ്സിലാക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇത് ഇരുതല മൂർച്ചയുള്ള മൂല്യ അപകടമായത് ഇരുതല മൂർച്ചയുള്ള സാധനമാണ് ഈ ജമാഅത്ത് ഇസ്ലാമി എന്ന് പറയുന്നത്. അത് ഞങ്ങളെ മാത്രമല്ല, നിങ്ങളുടെ കൂടെ നിൽക്കുന്ന മുസ്ലിം ലീഗിനെ വരെ ബാധിക്കുന്ന അപകടകരമായ ഒരു ഫണ്ടമെന്റലിസമാണ് മൗദൂദിയൻ ചിന്ത എന്ന പേരിൽ, ഷെയ്ഖ് ഖുറദാവിയുടെ ചിന്ത എന്ന പേരിൽ ജമാഅത്ത് ഇസ്ലാമി അതിൻ്റെ അണികളിലേക്ക് കടത്തിവിട്ട് അത്തരം ആശയങ്ങൾ മുസ്ലിം കമ്മ്യൂണിറ്റിക്കകത്ത് പ്രചരിപ്പിക്കാനും സ്വാധീനമുണ്ടാക്കിയെടുക്കാനാണ് അവർ ശ്രമിക്കുന്നത്. അതുകൊണ്ട് നമ്മുടെ മതനിരപേക്ഷ സ്പേസിനെ വലിയ രീതിയിൽ അപകടപ്പെടുത്തുന്ന വളരെ ആവൽക്കരമായ ഒരു ഇടപെടലിൻ്റെ സൂചനയാണിത്. ഈ രാഷ്ട്രീയത്തിൻ്റെ വിധ്വംസകത മനസ്സിലാക്കണം. നമ്മൾ RS ഉയർത്തുന്ന മുസ്ലിങ്ങൾ ഉൾപ്പെടെയുള്ള ഈ രാജ്യത്തെ ന്യൂനപക്ഷ സമൂഹങ്ങളോട്, ഗോത്രങ്ങളോട്, ആദിവാസികളോട്, സ്ത്രീകളോട് അത്യന്തം ഭീകരമായ ക്രൂരത അടിച്ചുവിടുന്ന ഒരു ഭരണകൂടമാണ് ഇന്ത്യയിൽ നിലനിൽക്കുന്നത്. ലഡാക്കിൽ വെടിവെക്കുക ചെയ്തത് 370-ാം വകുപ്പ് എടുത്തു കളഞ്ഞപ്പോൾ അത് എടുത്തു കളഞ്ഞ രീതിയോട് മാത്രം രാജ്യസഭയിൽ പ്രതിഷേധം പ്രകടിപ്പിച്ച പാർട്ടിയുടെ പ്രതിനിധിയാണ് റജി. ഇപ്പം നമ്മളെന്താ കാണുന്നത്? ലഡാക്കിൽ അതിൻ്റെ ഭൂമിക്കടിയിലുള്ള മുഴുവൻ ലിഥിയം ഉൾപ്പെടെയുള്ള വിഭവങ്ങളും കൊള്ളയടിക്കാൻ അദാനി വന്നിരിക്കുക, അദാനി കമ്പനി വന്നിരിക്കുകയാണ്. അപ്പോൾ അതിനെതിരായിട്ട് അവിടെ വലിയ പ്രതിഷേധം ഉയരുകയാണ്. 370-ാം വകുപ്പ് അവരുടെ ഭൂമിക്ക്, അവരുടെ വിഭവങ്ങൾക്ക് നൽകിയ സംരക്ഷണം ആ വകുപ്പ് എടുത്തു കളയുന്നത് വഴി നഷ്ടപ്പെട്ടു പോയിരിക്കുന്നു. അതാണ് ലഡാക്കിലെ പ്രക്ഷോഭത്തിൻ്റെ കാരണമായി മാറിയിരിക്കുന്നത്. ഇതുപോലെ ഇന്ത്യയിലാകെ വളരെ അസ്വസ്ഥകരമായ ഒരു സാഹചര്യം RSS ഭരണം, RS നയിക്കുന്ന BJP ഭരണം ഉണ്ടാക്കുകയാണ്. അതിനെ നമുക്ക് ഒന്നിച്ചെതിർത്ത് തോൽപ്പിക്കണം. അങ്ങനെ തോൽപ്പിക്കണമെങ്കിൽ അവസരവാദപരമായി കേരളത്തിൽ എങ്ങനെയെങ്കിലും അങ്ങ് ഇടതുപക്ഷത്തിനെ സൈഡാക്കി കളയാം എന്ന രീതിയിൽ മുസ്ലിം തീവ്രവാദത്തെ നിങ്ങൾ കൂട്ടുപിടിച്ചാൽ മുസ്ലിം സെക്കുലർ പൊളിറ്റിക്സിനെ കൂടി, മുസ്ലിം സെക്കുലർ പൊളിറ്റിക്സിൻ്റെ ഇടപെടൽ നടത്തുന്ന രാഷ്ട്രീയ കക്ഷികളെ കൂടി അത് ഇല്ലാതാക്കും എന്ന കാര്യം നിങ്ങൾ മനസ്സിലാക്കണം. അത്രേ എനിക്കിപ്പോൾ പറയാം. ശരി ശരി ബി റജി, ഇതിൽ ഏറ്റവും ഗുരുതരമായ കാര്യം ശ്രീ KT പറഞ്ഞത് തന്നെയാണ്. അങ്ങനെ ഒരു സെക്കുലർ സ്പേസിലേക്ക് കൂടിയാണ് ജമാഅത്ത് ഇസ്ലാമി പ്രതിഷ്ഠിക്കാൻ ശ്രമിക്കുന്നത്. അതുകൊണ്ടായിരിക്കണം ലീഗിനൊക്കെ വലിയ എതിർപ്പും. നോക്കൂ, ആര് പ്രതിഷ്ഠിക്കാൻ ശ്രമിക്കുന്നു എന്നാണ് ഉദ്ദേശിക്കുന്നത്? കോൺഗ്രസ് രാഷ്ട്രീയം വളരെ സുവ്യക്തമല്ലേ? മതേതരത്വത്തിൻ്റെ ഒരു അണുകിട പോലും വെള്ളം ചേർക്കാൻ കോൺഗ്രസ് തയ്യാറായിട്ടില്ല. അതല്ല കോൺഗ്രസിൻ്റെ നിലപാട്. ആ നിലപാട് കോൺഗ്രസിനെ മതേതരത്വം പഠിപ്പിക്കുന്നു. കോൺഗ്രസിൻ്റെ പ്രഖ്യാപിത നിലപാടല്ലേ അത്? പിന്നെ ബഹുമാന്യനായ ജയചന്ദ്രൻ സാറ് മതനിരപേക്ഷ സെക്ടറിൽ നിൽക്കുന്ന മുസ്ലിം ലീഗിനെ അഭിനന്ദിച്ച് പറഞ്ഞതിൽ ഞാൻ അദ്ദേഹത്തിൻ്റെ ആ ഒരു നിഷ്പക്ഷമായ നിലപാടിനെ ഞാൻ അഭിനന്ദിക്കുകയാണ്. കുഞ്ഞിക്കണ്ണൻ സാറ് പറഞ്ഞതിൻ്റെ ആ ഒരു പശ്ചാത്തലത്തിൽ നമ്മൾ കോൺഗ്രസിൻ്റെ രാഷ്ട്രീയത്തെ നിരീക്ഷിക്കുമ്പോൾ കോൺഗ്രസിൻ്റെ പ്രഖ്യാപിത നിലപാടാണ് മതേതരത്വം. പിന്നെ 48 മുതൽ 51 വരെ CPM-നെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ നിരോധിച്ചതിന് ശേഷം ആ 51, 52-ലെ തെരഞ്ഞെടുപ്പിൽ ലോകസഭയിൽ ഭൂരിപക്ഷം, പ്രതിപക്ഷത്തിരിക്കാനുള്ള ഭൂരിപക്ഷം ഉണ്ടായിരുന്നില്ല എങ്കിൽ പോലും AK ഗോപാലനെ പ്രതിപക്ഷ നേതാവായി അംഗീകരിച്ചുകൊണ്ട് പ്രതിപക്ഷ രാഷ്ട്രീയത്തിന് വേണ്ടുന്ന എല്ലാ പ്രാമുഖ്യവും നൽകിയിരുന്നു ഒരു ജനാധിപത്യവാദിയായ ജവഹർലാൽ നെഹ്റു. അപ്പോൾ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിൽ, രാഷ്ട്രീയ രംഗത്ത് ജനങ്ങളുടെ അഭിപ്രായങ്ങളെ സ്വരൂപിക്കുന്ന
അതിനെ പ്രവൃത്തിപഥത്തിലേക്ക് എത്തിക്കുന്ന രാഷ്ട്രീയ പാർട്ടികൾക്ക് കോൺഗ്രസ് നൽകുന്ന പ്രാധാന്യമാണത്. രാഷ്ട്രീയ പ്രവർത്തനത്തിൽ ആർക്കും പ്രവർത്തനത്തിന് അത് മനസ്സിലാക്കാം, ഏത് മതവിഭാഗത്തിൽ മതരാഷ്ട്ര പ്രവർത്തനത്തിന് അത് എന്തിനാണ് എന്നാണ് മനസ്സിലാക്കുന്നത്. കോൺഗ്രസിന്റെ നിലപാട് പ്രഖ്യാപിത നിലപാടല്ലേ അസിത? പിന്നെ ജയചന്ദ്രൻ സാർ വേറൊരു കാര്യം കൂടെ ചോദിച്ചു, കോൺഗ്രസിന്റെ എന്താണ് കോൺഗ്രസിന്റെ പ്രിൻസിപ്പിൾ തത്വസംഹിത എന്ന്. നോക്കൂ, അത് കോൺഗ്രസിന്റെ ഒരു നല്ലൊരു വെബ്സൈറ്റ് ഇപ്പോൾ ഉണ്ട്. അതിനകത്ത് വളരെ സുവ്യക്തമായിട്ട് പറയുന്നുണ്ട്, മതേതരത്വ, ജനാധിപത്യ, സോഷ്യലിസ്റ്റ്, ഇൻക്ലൂസീവ് ഗ്രോത്തിന് വേണ്ടി പരിശ്രമിക്കുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമാണ്. പറഞ്ഞില്ലേ, അങ്ങനെ ഇൻക്ലൂസീവ്നെസ്സിന് വേണ്ടി പരിശ്രമിക്കുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിൽ മതരാഷ്ട്രവാദം വേണമെന്ന് പറയുന്ന ഒരു കക്ഷി എങ്ങനെ ചേർന്ന് നിൽക്കും? നോക്കൂ, കോൺഗ്രസിന്റെ നിലപാടിനോട് യോജിച്ച് വോട്ട് നിങ്ങൾക്ക് തരാം എന്ന് പറയുമ്പോൾ അത് മതരാഷ്ട്രവാദത്തെ അംഗീകരിക്കുന്നുണ്ടോ? എന്ത് നിലപാടിനോട് കോൺഗ്രസിനോട് യോജിക്കുമെന്നാണ് എനിക്ക് മനസ്സിലാക്കുന്നത്. അതൊന്ന് പറയൂ. അടൂർ പ്രകാശിന്റെ പ്രസ്താവനയിൽ അല്പം കൂടി അങ്ങനെ ഒരു ക്ലാരിറ്റി എങ്കിലും ഉണ്ടെന്ന് തോന്നുന്നു. വി ഡി സതീശൻ പറഞ്ഞത് ഓർമ്മയില്ലേ റജിക്ക്? ഇത് എന്ത് മനസ്സിലാക്കിയിട്ടാണ് ജമാഅത്തെ ഇസ്ലാമി പിന്നിലേക്ക് പോയി, മതരാഷ്ട്രവാദം ഉപേക്ഷിച്ചു എന്ന് വി ഡി സതീശൻ പറഞ്ഞത്? എന്തടിസ്ഥാനത്തിലാണ്? ആ ചോദ്യത്തിന് ഉത്തരം പറയൂ ശ്രീ ബി റജി. ചർച്ചയുടെ തന്നെ കാതൽ അതാണ്. നോക്ക്, കോൺഗ്രസിന്റെ നിലപാടിൽ ഒരു അണുകിട വെള്ളം ചേർത്തിട്ടില്ല. കോൺഗ്രസിന്റെ പ്രഖ്യാപിത നിലപാട് എന്താണ്? നിരപേക്ഷതയാണ്. അപ്പോൾ കോൺഗ്രസ് സതീശനും രണ്ട് നിലപാടാണോ? നോക്കൂ, ആ സെക്കുലർസ് നിലപാടിൽ ആകൃഷ്ടരായി ആരെങ്കിലും വന്നാൽ നിങ്ങൾ ആരും വരണ്ട എന്നാണോ പറയേണ്ടത്? ഇവിടെ നമ്മൾ കുഞ്ഞിക്കണ്ണ സാർ പറഞ്ഞതുപോലെ നമ്മൾ ഒരുമിച്ച് ഈ പറഞ്ഞ വർഗീയ രാഷ്ട്രീയത്തെ നേരിടേണ്ടവരാണ്. ശ്രീ എം ജയചന്ദ്രൻ, നോക്കൂ, അപ്പോൾ ബി റജിയുടെ മറുപടികൾ ശ്രദ്ധിക്കുമ്പോൾ നമുക്ക് ഇങ്ങനെ ചർച്ച ചുരുക്കാം. അതായത് കോൺഗ്രസിന്റേത് പ്രഖ്യാപിത നിലപാടാണ്, അത് ഈ നിലയിൽ മതരാഷ്ട്രവാദത്തിനെതിരാണ്. പക്ഷേ വി ഡി സതീശൻ കോൺഗ്രസിന്റെ പ്രഖ്യാപിത നിലപാടിന്റെ പരിധിയിൽ നിൽക്കുന്ന ആളല്ല. അദ്ദേഹം മറ്റൊരു നിലപാടെടുക്കുന്നു. അതായിരിക്കണം, അല്ലെങ്കിൽ പിന്നെ എങ്ങനെയാണ് ഇത് രണ്ടും കൂടെ ചേർന്ന് പോകുക? ഒന്നുമല്ല, അങ്ങനെയല്ല. ഇവിടെ സംഭവിക്കുന്നത് മറ്റൊരു എക്സ്പോഷറാണ് സംഭവിച്ചത്. അത് ആ സംഭവം ഉണ്ടായത് നിലമ്പൂർ ബൈ ഇലക്ഷനിലുമാണ്. പിന്നെ ഈ നിലമ്പൂർ ബൈ ഇലക്ഷനിൽ ഭരണമുന്നണിക്ക് കിട്ടിയ ഏറ്റവും വലിയ ഒരു അഡ്വാൻറ്റേജ് എന്ന് ഞാൻ കാണുന്നത്, ഞാൻ എഴുതുകയും ചെയ്തിട്ടുണ്ട് പലയിടത്തും, ഞാൻ കാണുന്നത് എന്താണ് ഇവർ നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് കരുതി വെച്ചിട്ടുള്ള ആയുധങ്ങൾ എന്നുള്ളത് UDF പ്രത്യേകിച്ചും കോൺഗ്രസിനും ലീഗിനും പുറത്തെടുക്കാതെ നിർവാഹമില്ല എന്ന അവസ്ഥയിൽ എത്തിച്ചു. അങ്ങനെയാണ് ആ കയ്യിലുള്ള സകല മുള്ളുമുരടും മൂർഖൻ പാമ്പ് മൊത്തം സംഗതികളും പുറത്തെടുക്കുകയും ഇതാണ് ഇനി അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക്, അതിനു മുൻപ് ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിലേക്കും വരാൻ പോകുന്നത് എന്ന് കേരളം, മതേതര കേരളം കാണുകയും ചെയ്തു. അതിൽ വന്നിട്ടുള്ള വലിയ ഒരു തിന്മയാണ് ഈ പറയുന്ന ജമാഅത്തെ ഇസ്ലാമി, വെൽഫെയർ പാർട്ടി, അവരുടെ പിന്തുണ എന്നുള്ളത്. മറ്റൊന്ന് ഓർക്കുന്നില്ലേ? കേരളം കണ്ട മറ്റൊന്ന് എന്തായിരുന്നു? പിന്നെ ഒരു ദിവസം പറയുകയാണ്, ഞങ്ങളുടെ ഈ CPM ഇവരുടെ RSSന്റെ BJPയുടെ പിന്തുണ സ്വീകരിക്കുകയാണ് എന്ന് പറയുന്നു. പക്ഷേ പിന്നെ പെട്ടെന്ന് സ്ഥാനാർത്ഥി ഉണ്ടാകുന്നു. ആർക്ക്? ഇവർക്ക്, പിന്നെ BJPക്ക് സ്ഥാനാർത്ഥി ഉണ്ടാകുമ്പോൾ പിന്നെ നേരെ രാജീവ് ചന്ദ്രശേഖർ പറയുന്നത് എന്താണ്? രാജീവ് ചന്ദ്രശേഖർ പറയുന്നത് ഞങ്ങൾക്ക് പ്രവർത്തിക്കാനുള്ള അവസരം കിട്ടാത്ത വിധം എന്തൊക്കെയോ ചെയ്യുന്നു എന്നുള്ള ജാർഗൻസ് ആണ് പിന്നെ വരുന്നത്. അപ്പോൾ ഒരു ഭാഗത്ത് UDF, മറുഭാഗത്ത് പിന്നെ BJP അല്ലെങ്കിൽ NDA, ഈ രണ്ടുപേരും ചേർന്ന് നിൽക്കുന്നത് ആരെയാണ്? LDFന്. അപ്പൊ അവിടെ LDFന് എത്തിക്കാൻ കഴിയുന്ന, പ്രസന്റ് ചെയ്യാൻ കഴിയുന്ന ഏറ്റവും അത്യുജ്വലനായ സ്ഥാനാർത്ഥിയായിരുന്നു സ്വരാജ്. അതുകൊണ്ട് തന്നെയാണ് ഇവരുടെ ഈ വജ്രായുധം പുറത്തെടുക്കേണ്ടി വന്നതെന്ന് കരുതുന്നയാളാണ് ഞാൻ. അതാണ് സംഭവിച്ചത് അന്ന്. പക്ഷെ അത് അന്ന് സംഭവിച്ചുകൊണ്ട് തന്നെ ഇനി ആവർത്തിക്കാൻ അവർക്ക് കഴിയില്ല. അതിലേക്കാണ് കാര്യങ്ങൾ എത്തുന്നത്. അത് രാഷ്ട്രീയ കേരളത്തിന് മനസ്സിലായിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് ഇന്നും എനിക്ക് പറയാൻ കഴിയുന്നത്. ശരി. ഓക്കെ. എന്തായാലും ഞാൻ അവസാനിപ്പിക്കുകയാണ് സമയപരിമിതി മൂലം. വളരെ നന്ദി ശ്രീ KT കുഞ്ഞിക്കണ്ണൻ, ബി റജി, എം ജയചന്ദ്രൻ ചർച്ചയിൽ പങ്കെടുത്തതിന്.